സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്നത്തെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും. സോ നമ്മൾ ഇന്നത്തെ സെഷനില് കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 എക്സാമുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 2, അതായത് മെക്കാനിക്കൽ സെക്ഷനിലെ മൊഡ്യൂൾ 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൊഡ്യൂൾ 2-ൽ തന്നെ നമുക്കറിയാം പ്രധാനമായിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റ്നേഴ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റ്നേഴ്സ്. അപ്പോൾ അത്തരത്തിൽ ഫാസ്റ്റ്നേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ്നേഴ്സ് ആർ യൂസ്ഡ് ഫോർ ജോയിനിങ് ദ മെറ്റീരിയൽ. അത്തരത്തിൽ മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റുകൾ ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫാസ്റ്റ്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജോയിന്റുകൾ എന്ന് പറയുമ്പോൾ പെർമനന്റ് ആയിട്ടുള്ള ജോയിന്റുകളുണ്ട്, ടെമ്പററി ആയിട്ടുള്ള ജോയിന്റുകളുണ്ട്. പെർമനന്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഫോർ എക്സാമ്പിൾ വെൽഡിംഗ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോയിനിങ് മെത്തേഡ് ആണ്. എന്നാൽ നട്ട് ബോൾട്ട് അല്ലെ, ഫോർ എക്സാമ്പിൾ നട്ട് ബോൾട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ജോയിനിങ് പ്രൊസീജിയർ ആണ് അല്ലെങ്കിൽ ജോയിനിങ് മെത്തേഡ് ആണ്. അത്തരത്തിൽ ടെമ്പററിയിൽ നമ്മൾ പ്രധാനമായിട്ടും അവിടെ സ്ക്രൂ ത്രെഡുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സ്ക്രൂ ത്രെഡ് അതിനെ നമ്മൾ പിരി എന്ന് പറയാറുണ്ട്, മലയാളത്തിൽ പിരി എന്ന് പറയാറുണ്ട് നമ്മൾ. അപ്പൊ സ്ക്രൂ ത്രെഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ടേംസ്, നോമൻക്ലേച്ചർ ഒക്കെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്, ഇത്തരത്തിൽ ഏതൊക്കെ ടൈപ്പ് സ്ക്രൂ ത്രെഡുകളാണുള്ളത് അല്ലെ, അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിന്റെ പ്രൊപ്പോർഷൻസ് എങ്ങനെയാണ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു കോഡ് SP46/2003 കൺവെൻഷൻ പ്രകാരമാണ് ഈ ത്രെഡുകളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ബോൾട്ട്, നട്ട്, സ്റ്റഡ്, അതിന്റെ പ്രൊപ്പോർഷൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം ഇത്തരത്തിൽ ഫാസ്റ്റ്നേഴ്സുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ലോക്കിംഗ് ഡിവൈസ് എന്ന് പറയുന്ന ടോപ്പിക്. അവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ സ്ക്രൂസ്, ക്യാപ് സ്ക്രൂസ്, സെറ്റ് സ്ക്രൂ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ബോൾട്ടുകളൊക്കെയാണ് അവിടെ നമ്മൾ രണ്ട് ടോപ്പിക്. പിന്നീടുള്ളത് വെൽഡ് ആണ്. സോ വെൽഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ മൊഡ്യൂൾ 2 ഉള്ളത് അല്ലെ. ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റ്നേഴ്സ്, ലോക്കിംഗ് ഡിവൈസ്, വെൽഡ് എന്ന് പറയുന്ന പോയിന്റുകളാണ് മൂന്ന് ഉള്ളത്. സോ വെൽഡ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ക്വസ്റ്റ്യൻസ്. സോ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും ത്രെഡും അതുപോലെ തന്നെ ലോക്കിംഗ് ഡിവൈസസ്, നെറ്റ് ബോൾട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോൾട്ട് ഈസ് യൂസ്ഡ് ഇൻ മെഷീൻ ടൂൾ ടേബിൾസ്? Which of the following bolt is used in machine tool tables? മെഷീൻ ടൂളിന്റെ ടേബിളുകളിൽ സാധാരണ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ ക്രോസ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഇത്തരത്തിലുള്ള ക്രോസ് സെക്ഷനുകൾ നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ടേബിളിന്റെ ഒരു സർഫസിൽ നിങ്ങൾ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലാണ് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ഈ സ്ലോട്ടുകൾ കാണാറുണ്ട്. ഈ സ്ലോട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന ബോൾട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. സോ ഇവിടെ ഇത്തരത്തിൽ ബോൾട്ടുകൾ ഇൻസേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്താണ് ഇതിന്റെ ബോൾട്ട് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ് ഇത്തരത്തിൽ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുക അല്ലെ, ചെയ്യാം. അപ്പൊ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഇത്തരത്തിൽ വർക്ക് പീസ് അല്ലെങ്കിൽ ക്ലാമ്പുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ സഹായിക്കുന്ന ബോൾട്ട് ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ബോൾട്ട് ഈസ് യൂസ്ഡ് ഇൻ മെഷീൻ ടൂൾ ടേബിൾ. മെഷീൻ ടൂൾ ടേബിളുകളിൽ യൂസ് ചെയ്യുന്ന ബോൾട്ട് ഏതാണ്? ഓപ്ഷൻ എ ഹെക്സഗണൽ ബോൾട്ട്, ഓപ്ഷൻ ബി ടി ബോൾട്ട്, ഓപ്ഷൻ സി ഹൂക്ക് ബോൾട്ട്, ഓപ്ഷൻ ഡി ഐ ബോൾട്ട്. ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? ഏതായിരിക്കും? യെസ്, രാഹുല കറക്റ്റ് ആണ്. ടി ബോൾട്ട് തന്നെയാണ്. സോ ടി ബോൾട്ട് ആണ് നമ്മളുടെ മെഷീൻ ടൂൾ ടേബിളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അത് സംശയമൊന്നുമില്ല. ഓക്കെ 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 ഫൈൻ. ബിനോയ് ഓക്കെ. സോ അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു വന്നത്, സോ ഒന്നാമത്തെ ചോദ്യം ഓക്കെ ആയിരുന്നു കരുതുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോൾട്ട് ഈസ് യൂസ്ഡ് ഇൻ മെഷീൻ ടൂൾ ടേബിൾ? ഉത്തരം എന്താണ്? ദാറ്റ് ഈസ് ടി ഹെഡഡ് ബോൾട്ട് അല്ലെ. ടി ഹെഡഡ് ബോൾട്ട് ആണ്. സോ രണ്ടാമത്തെ ചോദ്യമാണ്, വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ദ ക്രസ്റ്റ് ആൻഡ് റൂട്ട് ആർ റൗണ്ടഡ് ടു ഫോം എ സെമി സർക്കിൾ? അത്തരത്തിൽ ക്രസ്റ്റും റൂട്ടും നമ്മളുടെ ഈ പറയുന്ന സെമി സർക്കിൾ. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ദ ക്രസ്റ്റ് ആൻഡ് റൂട്ട് ആർ റൗണ്ടഡ് ടു ഫോം എ സെമി സർക്കിൾ? ഇത്തരത്തിൽ ഏത് ടൈപ്പ് ത്രെഡിലാണ് ക്രസ്റ്റ്, റൂട്ട് റൗണ്ടഡ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ഇത്തരത്തിൽ നോക്കിയേ, ക്രസ്റ്റ്, റൂട്ട്, ക്രസ്റ്റ്, റൂട്ട്, ക്രസ്റ്റ്, റൂട്ട് എന്നുള്ള രീതിയിൽ നമുക്കറിയാം ഇതാണ് പോർഷൻ ക്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് റൂട്ട് എന്ന് പറയുന്നത്.
അപ്പൊ ഈ പറയുന്ന ക്രസ്റ്റും റൂട്ടും എന്താണ് ഒരു റേഡിയസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ ഫോർമേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ആക്മി ത്രെഡ്, ഓപ്ഷൻ ബി സ്ക്വയർ ത്രെഡ്, ഓപ്ഷൻ സി നക്കിൾ ത്രെഡ്, ഓപ്ഷൻ ഡി ട്രപ്പിസോഡൽ ത്രെഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഗസ് ചെയ്ത് നോക്കി ഏതായിരിക്കും ഉത്തരം വരിക. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ദ ക്രസ്റ്റ് ആൻഡ് റൂട്ട് ആർ റൗണ്ടഡ് ടു ഫോം എ സെമി സർക്കിൾ, അല്ലെ സെമി സർക്കിൾ ഫോർമേഷനിലേക്ക് കിട്ടുന്നത് ഏതാണ്? ഇപ്പൊ ആക്മി ഉണ്ട്, സ്ക്വയർ ഉണ്ട്, നക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ട്രപ്പിസോഡൽ ഉണ്ട്, അല്ലെ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉത്തരം എന്താണ്? ദാറ്റ് ഈസ് വരിക ഇവിടെ നക്കിൾ ത്രെഡ് ആണ് ഉത്തരമായിട്ട് വരിക. നക്കിൾ ത്രെഡ്, അല്ലെ? നക്കിൾ ത്രെഡ് ആണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ നക്കിൾ ത്രെഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നക്കിൾ റൗണ്ട് ത്രെഡ് ആണ്, അല്ലെ? ഇത്തരത്തിൽ നോക്കി അത് ശരിക്കും പറഞ്ഞ ഒരു സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ്. ഈ പറയുന്ന നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് സ്ക്വയർ ത്രെഡ്. സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് എന്ത്? നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഷേപ്പ് ഓഫ് നക്കിൾ ത്രെഡ് ഈസ് ഫൗണ്ട് ഇൻ സെമി സർക്കുലാർ ഷേപ്പ്, അല്ലെ? ഇത്തരത്തിൽ ഒരു സെമി സർക്കുലാർ ഷേപ്പിലാണ് നക്കിൾ ത്രെഡ് കാണപ്പെടുന്നുണ്ടാവുക. സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ മിക്കപ്പോഴും ചോദിക്കാറുള്ളത് ഈ പറയുന്ന നക്കിൾ ത്രെഡ് എവിടെ യൂസ് ചെയ്യുന്നു? ദാറ്റ് ഈസ് വാൽവ്, സ്പിൻഡിൽ, റെയിൽവേ കാരേജ് കപ്ലിംഗ്, ഹോസ് കണക്ഷൻ, ബൾബ്, ഗ്ലാസ് ബോട്ടിൽസ് എക്സെട്ര. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്തരത്തിൽ ബൾബിന്റെ ഒക്കെ ആ ഒരു ബോട്ടം പോർഷനിൽ ഇത്തരത്തിലുള്ള ത്രെഡുകൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ത്രെഡുകൾ നമ്മളിങ്ങനെ ബൾബിന്റെ ബോട്ടം പോർഷനിൽ കാണാറുണ്ട്, അല്ലെ? അപ്പോ ഈ പറയുന്ന ത്രെഡ് ബേസിക്കലി എന്താണത്? അത് നക്കിൾ ത്രെഡ് ആണ്. നക്കിൾ ത്രെഡ്. സോ നക്കിൾ ത്രെഡ്. ഓക്കെ, അപ്പൊ നക്കിൾ ത്രെഡ് റെയിൽവേ കാരേജ് കപ്ലിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെയിൽവേ കാരേജ് കപ്ലിംഗില്, അതുപോലെ തന്നെ ഹോസ് കണക്ഷൻ, ബൾബ്, ഗ്ലാസ് ബോട്ടിൽസുകളിലൊക്കെ ഇത്തരത്തിലുള്ള എന്താണ് നക്കിൾ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നക്കിൾ ത്രെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ് ആണ് നമ്മളിവിടെ കണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് ടൈപ്പ് ഓഫ് സ്ക്രൂ ആർ യൂസ്ഡ് ടു പ്രിവെന്റ് the relative motion between two rotating shaft? Which type of screw are used to prevent the relative motion between two rotating shaft? Which type of screw are used to prevent the relative motion between two rotating shaft? Option A കൊടുത്തിരിക്കുന്ന castle screw, option B wing screw, option C cap screw, option D സെറ്റ് സ്ക്രൂ. ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? യെസ്. അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് സ്ക്രൂ ആർ യൂസ്ഡ് ടു പ്രിവെന്റ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട് ഉത്തരം വരിക സെറ്റ് സ്ക്രൂ ആണ്, അല്ലെ? സെറ്റ് സ്ക്രൂ. റൈറ്റ് ആൻസർ സെറ്റ് സ്ക്രൂ ആണ്. സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. അപ്പൊ സെറ്റ് സ്ക്രൂവിന്റെ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള ഹെഡ്ലെസ് ആയിട്ടുള്ള സ്ക്രൂ ആണ് സെറ്റ് സ്ക്രൂ എന്ന് പറയുന്നത്. സോ യൂസ്ഡ് ടു പ്രിവെന്റ് പുള്ളി ഫ്രം സ്ലിപ്പിംഗ് ഓൺ ഷാഫ്റ്റ്, പൊസിഷനിങ് ആൻഡ് ഹോൾഡിംഗ് കോളർ ഇൻ പ്ലേസസ് ഓൺ ഷാഫ്റ്റ് ആൻഡ് ഹോൾഡിംഗ് ഷാഫ്റ്റ് ഇൻ പ്ലേസസ് ഇൻ അസംബ്ലി. ഇത്തരത്തിൽ കൃത്യമായിട്ട് അവിടെ റിലേറ്റീവ് മോഷൻ തടയുന്നു. അപ്പം പുള്ളി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുള്ളി ബെൽറ്റിനകത്തൊക്കെ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഷാഫ്റ്റ് കൃത്യമായിട്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ പുള്ളി ഷാഫ്റ്റിൽ നിന്നും സ്ലിപ്പ് ചെയ്ത് മാറാതിരിക്കാനൊക്കെ നമ്മൾ ആ ഒരു സെറ്റ് സ്ക്രൂസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം സെറ്റ് സ്ക്രൂവിന്റെ യൂസേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ക്രൂസുമായി ബന്ധപ്പെട്ട് സെറ്റ് സ്ക്രൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ചെറിയ ഹെഡ്ലെസ് ആയിട്ടുള്ള സ്ക്രൂവിനെ നമ്മൾ ഇത്തരത്തിൽ സെറ്റ് സ്ക്രൂ എന്ന് പറയാറുണ്ട്, അല്ലെ? സോ ഹെഡ്ലെസ് സെറ്റ് സ്ക്രൂ ഹാവ് എയ്തർ എ സ്ലോട്ടഡ് ഓർ സോക്കറ്റ് ഹെഡ്. ഇത്തരത്തിൽ ഒന്നിന് സ്ലോട്ട് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ സോക്കറ്റഡ് ആയിട്ടുള്ളതോ നമുക്ക് എന്താണ് ഹെഡ് അവൈലബിൾ ആണ്, അല്ലെ? ഹെഡ്ലെസ് ആണെങ്കിൽ തന്നെ അവിടെ എന്താണ് ഹെഡ് ഇല്ല, അതിനകത്തേക്ക് ഉള്ളിലേക്ക് സ്ലോട്ട് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഉള്ളിൽ സോക്കറ്റോട് കൂടിയിട്ടുള്ളതോ ഹെഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് സെറ്റ് സ്ക്രൂ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് നട്ട് ഹാസ് അപ്പർ പോർഷൻ ഇൻ ഹെക്സഗണൽ ആൻഡ് ലോവർ പോർഷൻ സിലിണ്ടറിക്കൽ? അപ്പർ പോർഷൻ ഹെക്സഗണൽ ആൻഡ് ലോവർ പോർഷൻ സിലിണ്ടറിക്കൽ ഏതായിരിക്കും? Which nut has an upper portion is hexagonal and lower portion cylindrical? ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ഓപ്ഷൻ എ കാസിൽ നട്ട് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ഗ്രൂവ്ഡ് നട്ട്, ഓപ്ഷൻ സി സോൺ നട്ട്, ഓപ്ഷൻ ഡി കോൺ നട്ട്.
അപ്പൊ ഇവിടെ നോക്കി അപ്പർ പോർഷൻ ഹെക്സഗണൽ, ലോവർ പോർഷൻ സിലിണ്ടറിക്കൽ അല്ലെ. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ബി ഗ്രൂവ്ഡ് നെറ്റ്. എന്താണ് ഓപ്ഷൻ ബി? ഗ്രൂവ്ഡ് നെറ്റ് ആണ് ഉത്തരമായിട്ട് വരിക, ഗ്രൂവ്ഡ് നെറ്റ്. അപ്പൊ ഗ്രൂവ്ഡ് നെറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെന്നിങ് നെറ്റ് എന്ന് പറയുന്നത്, പെന്നിങ് നെറ്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ദിസ് ഇസ് ഹെക്സാഗണൽ നെറ്റ് വിത്ത് ദ ലോവർ പാർട്ട് മെയ്ഡ് സിലിണ്ടറിക്കൽ ഓൺ ദ സിലിണ്ടറിക്കൽ സർഫസ്. അതിൽ ഹെക്സാഗണൽ നെറ്റ് ആണ്. സോ ഹെക്സാഗണൽ നെറ്റ്, ഹെക്സാഗണൽ നെറ്റ് വിത്ത് ലോവർ പാർട്ട് മെയ്ഡ് സിലിണ്ടറിക്കൽ. ഇത്തരത്തിൽ ലോവർ പോർഷൻ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. പിന്നീട് അതിലൂടെ സ്ലോട്ട് ചെയ്തിട്ടുണ്ടാകും. സ്ലോട്ടിലേക്ക് നമ്മൾ ആ ഒരു റിസസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, ഗ്രൂവ് ഉണ്ടാകും. സോ ആ ഗ്രൂവിലേക്ക് നമ്മൾ എന്താണ് സെറ്റ് സ്ക്രൂ യൂസ് ചെയ്യും. അപ്പോൾ സെറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഗ്രൂവ്ഡ് നെറ്റ് അല്ലെങ്കിൽ പെന്നിങ് നെറ്റില് നമ്മൾ ഇത്തരത്തിൽ സെറ്റ് സ്ക്രൂ കൂടി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. സെറ്റ് സ്ക്രൂ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏത് നെറ്റിനോടൊപ്പമാണ് സെറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഓപ്ഷനകത്ത് നമുക്ക് ഗ്രൂവ്ഡ് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ ആ രീതിയിലൂടെ മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ പെന്നിങ് നെറ്റ് അല്ലെങ്കിൽ ഗ്രൂവ്ഡ് നെറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഹെക്സഗണൽ നെറ്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ ബോട്ടം പോർഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? അത് ഇത്തരത്തിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ സെറ്റ് സ്ക്രൂവിന്റെ സഹായത്തോടു കൂടിയാണ് അത് ലോക്ക് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതൊരു ആ ഒരു ലോക്കിംഗ് നെറ്റ് എന്ന് പറയുന്നത് തരത്തിൽ സെറ്റ് സ്ക്രൂവിന്റെ സഹായത്തോടു കൂടി നമുക്ക് അതിനെ ലോക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ചോദ്യം ഇതായിരുന്നു, ഏത് നെറ്റിലാണ് അപ്പർ പോർഷൻ ഹെക്സഗണലും ലോവർ പോർഷൻ സിലിണ്ടറിക്കലുമായിട്ടുള്ളത് ഗ്രൂവ്ഡ് നെറ്റ്. തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ഇവിടെ സെറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നതിലാണ് ഗ്രൂവ്ഡ് നെറ്റ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ത്രെഡ് along the axis of a screw is called dash. The distance between two adjacent thread. ഇത്തരത്തിൽ നോക്കിയാൽ നമുക്കൊരു ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ത്രെഡ് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള ത്രെഡുകളിൽ യെസ് ഇവിടെ കറക്റ്റ് ആണ് ബിനോയ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി പിച്ച് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ത്രെഡ്, അടുത്തടുത്തുള്ള രണ്ട് ത്രെഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ വിളിക്കുക? പിച്ച് എന്ന് വിളിക്കുക അല്ലെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ത്രെഡിന്റെ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട് എന്താണ് പിച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ അടുത്തടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്തടുത്തുള്ള അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് ത്രെഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് പിച്ച് എന്ന് വിളിക്കാം, പിച്ച്. ഓക്കെ ഫൈൻ, കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു നോമൻക്ലേച്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു ത്രെഡിന്റെ നോമൻക്ലേച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇത്തരത്തിൽ പിച്ച് എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ത്രെഡിന്റെ പോർഷൻ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് പി വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം നോക്കിയേ, മാക്സിമം ടൈറ്റനിങ് ടോർക്ക് റിക്വയർഡ് ഫോർ M10 നട്ട്. ഒരു ടേബിൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ടേബിൾ ആണ്. നോക്കി എന്താണ് ഇവിടെ ചോദ്യം? എന്താണ് മാക്സിമം ടൈറ്റനിങ് ടോർക്ക്? നമുക്കറിയാം നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാറുണ്ട് അല്ലെ, സ്പാനേഴ്സിന്റെ അല്ലെങ്കിൽ റെഞ്ചസിന്റെ ഒക്കെ സഹായത്തോടു കൂടി നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ M10 എന്ന് പറയുന്ന മെട്രിക് 10 എന്ന് പറയുന്ന M10 എന്ന് പറയുന്ന നട്ട് നമുക്ക് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടോർക്ക് അല്ലെ? ടോർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ന്യൂട്ടൺ അല്ലെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ന്യൂട്ടൺ മീറ്ററിൽ ആണ് അതിന്റെ യൂണിറ്റ് വരിക, ന്യൂട്ടൺ മീറ്ററിലാണ് യൂണിറ്റ് വരിക. അപ്പൊ ടോർക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ഇഫക്റ്റ് എത്രത്തോളം കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോ M10 ആയതുകൊണ്ട് തന്നെ ഏതാണ് 2.70 ന്യൂട്ടൺ മീറ്റർ, 5.40 ന്യൂട്ടൺ മീറ്റർ, 22 ന്യൂട്ടൺ മീറ്റർ, 44 ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ഇവിടെ ഉത്തരം വരിക, ഉത്തരം വരിക ഓപ്ഷൻ ഡി 44 ആണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ടേബിൾ മാത്രം ഒന്ന് നോക്കിയിരുന്നാൽ മതി അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം M4, M5, M6, M8, M10 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെട്രിക് ഡയമെൻഷനിലുള്ള നെറ്റാണ്. കറസ്പോണ്ടിങ് ടോർക്ക് 2.70 ന്യൂട്ടൺ മീറ്റർ, 5.40, 9.5, 22, 44. അപ്പൊ ഇവിടെ M10 ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് 44 ന്യൂട്ടൺ മീറ്റർ ആണ് അവിടെ ടോർക്ക്, മാക്സിമം ടൈറ്റനിങ് ടോർക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ M10 എത്രയാണ് മാക്സിമം ടൈറ്റനിങ് ടോർക്ക്, അല്ലെങ്കിൽ M5 എത്രയാണ്, M6 എത്രയാണ്, M8 എത്രയാണ്, എത്രയെങ്കിലും അത്യാവശ്യം നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വിട്ട് കളയരുത്. അപ്പൊ M4, M5, M6, M8 ആണ്. M10 അത്യാവശ്യം അതെങ്കിലും ഓർത്തിരിക്കുക. 2 to 44 എന്നുള്ളതാണ് അതിന്റെ റേഞ്ച്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? M10 ആയതുകൊണ്ട് തന്നെ 44 ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പൊ M10 44. ഓക്കെ, M4 2.70, M5 5.40, M6 9.50, M8 22. അപ്പൊ 22ന്റെ ഇരട്ടിയാണ് 44. അപ്പൊ M8 M10 ഒക്കെ അത് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ അല്ലെ.
ഓക്കെ ഫൈൻ. അപ്പൊ ഇതെല്ലാം ഏകദേശം 4, 5, 6, 8, 10 എന്നൊക്കെ ഉള്ളത് ഇരട്ടിയായിട്ട് തന്നെയാണ്, ഏകദേശം ഇരട്ടിയാണ്. അപ്പം 2.7, 5.4, then 9.5 ആ ഒരു രീതിയിൽ നോർത്തിരുന്നാൽ മതി ഏകദേശം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, in which of the following nut is a slot cut halfway across the nut? സ്ലോട്ട് കട്ട് ഹാഫ് വേ അക്രോസ് ദ നട്ട്. നട്ടിന് കുറുകെ ഹാഫ് വേ പകുതി സെക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും, പകുതിക്ക് സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കാസിൽ നട്ട്, ഓപ്ഷൻ ബി വിൽസ് നട്ട്, ഓപ്ഷൻ സി ഗ്രൂഡ് നട്ട്, ഓപ്ഷൻ ഡി സിമൺസ് നട്ട്. ഏതായിരിക്കും? ഇത്തരത്തിൽ പകുതി സ്ലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത്തരത്തിൽ ലോക്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ചിത്രം വരിക, എല്ലാത്തിന്റെയും നമ്മൾ ചിത്രം ഉണ്ടല്ലോ, അത് ചിത്രം നമ്മൾ കൊണ്ടുവരിക മനസ്സിലേക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ ഗ്രൂഡ് നട്ട് അല്ലെങ്കിൽ പിൻ നട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലെ, അപ്പൊ അത് എന്താന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം എന്താ? ദാറ്റ് ഈസ് വിൽസ് നട്ട് ആണ്. വിൽസ് നട്ട്. വിൽസ് നട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോൺ നട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോൺ നട്ട് അല്ലെങ്കിൽ വിൽസ് നട്ട്. അപ്പൊ നമ്മൾ നിരവധി ടൈപ്പ് നട്ട് ബോൾട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ സോൺ നട്ട് അല്ലെങ്കിൽ വിൽസ് നട്ട്, ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ സോൺ നട്ട് അല്ലെങ്കിൽ വിൽസ് നട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പകുതിക്കായിട്ട് നമ്മൾ എന്താണ് ഇവിടെ സ്ലോട്ട് കാണുന്നുണ്ട് അല്ലെ, സോ നട്ടിന്റെ പകുതിക്കായിട്ട് സ്ലോട്ട് കാണുന്നു. സോ ആ സ്ലോട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത്തരത്തിൽ സ്ക്രൂ അല്ലെങ്കിൽ സെറ്റ് സ്ക്രൂ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, സ്ക്രൂസ് വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ അതുകൊണ്ട് ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ, ലോക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലോക്കിംഗ് ദ സ്ലോട്ട് ഈസ് കട്ട് ഹാഫ് വേ അക്രോസ് ദ നട്ട് അല്ലെ, ഇത്തരത്തിൽ പകുതിക്ക് ഹാഫ് വേ നട്ടിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാകും. A screw is fitted with the clearance hole on the top part and mating thread on the lower part of the nut. Tightening of the nut provides positive locking for the nut. അതായത് ഒരു സ്ക്രൂസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ടൈറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നട്ടിനെ പോസിറ്റീവ് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നട്ട് പിന്നീട് അത് ലൂസ് ആകുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അല്ലെ, നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പൊ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സോൺ അല്ലെങ്കിൽ വിൽസ് നട്ട് എന്താണ്? ഓക്കെ, സിമൻസ് നട്ട് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഒരു എന്താണ് പോളിമർ ഉണ്ടാകും. സോ നമുക്ക് അതിന്റെ സെൽഫ് ത്രെഡഡ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ത്രെഡ് കട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, അത് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നതാണ് സിമൻസ് നട്ട് എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ എ സിംഗിൾ സ്റ്റാർട്ട് മെട്രിക് ത്രെഡ് ദ ലീഡ് ഈസ് ഡാഷ്. ഇൻ എ സിംഗിൾ സ്റ്റാർട്ട് മെട്രിക് ത്രെഡ് ദ ലീഡ് ഈസ് ട്വൈസ് ദ പിച്ച്, ഈക്വൽ ടു ദ പിച്ച്, ഹാഫ് ദ പിച്ച്, ഇൻഡിപെൻഡന്റ് ഓഫ് പിച്ച്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിച്ചും ലീഡും തമ്മിലുള്ള ഒരു റിലേഷൻ, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോ എന്താണ് അതിന്റെ ഒരു റിലേഷൻ വരിക? ദാറ്റ് ഈസ് ലീഡ് എന്ന് പറയുന്നത് n ടൈംസ് പിച്ചാണ്. ലീഡ് എന്ന് പറയുന്നത് n ടൈംസ് പിച്ചാണ്. n എന്ന് പറയുന്നത് എന്താ? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട്. സംശയമൊന്നുമില്ലല്ലോ, നമ്പർ ഓഫ് സ്റ്റാർട്ട്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിച്ചും ലീഡ് തമ്മിലുള്ള റിലേഷൻ ആണ്. ദാറ്റ് ഈസ് ലീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ആക്ച്വലി മൂവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബോൾട്ടിനകത്ത് ഒരു നട്ട് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നട്ട് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളമാണ് അത് ബോൾട്ടിനുള്ളിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്, എത്രത്തോളം ആക്സിലി ഡിസ്റ്റൻസോടെ മൂവ് ചെയ്യുന്നുള്ളതാണ് ലീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ലീഡ് എന്ന് പറയുന്നത് n ടൈംസ് പിച്ച്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റാർട്ട്. ഇപ്പൊ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ഉണ്ട്, മൾട്ടി സ്റ്റാർട്ട് ത്രെഡുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരത്തിൽ സിംഗിൾ സ്റ്റാർട്ട് ആണെങ്കിൽ n-ന്റെ വാല്യൂ 1, ഡബിൾ സ്റ്റാർട്ട് ആണെങ്കിൽ n-ന്റെ വാല്യൂ 2, ട്രിപ്പിൾ സ്റ്റാർട്ട് ആണെങ്കിൽ n-ന്റെ വാല്യൂ 3. ഓക്കെ, അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇവിടെ നോക്കിയ സിംഗിൾ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം n-ന്റെ വാല്യൂ 1 ആണ്. n-ന്റെ വാല്യൂ 1, സിംഗിൾ സ്റ്റാർട്ട് n-ന്റെ വാല്യൂ 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീഡ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു പി ആണ്. സോ n-ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? സോ ഇൻ എ സിംഗിൾ സ്റ്റാർട്ട് മെട്രിക് ത്രെഡ് ലീഡ് ഈസ് ഈക്വൽ ടു ദ പിച്ച്. ഓക്കെ ആണേ, ക്ലിയർ ആണ്? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ലീഡും പിച്ചും തമ്മിലുള്ള റിലേഷൻ എന്താണ് ലീഡ്, എന്താണ് പിച്ച്? ഓക്കെ, അത് സിംഗിൾ സ്റ്റാർട്ട് ആകുമ്പോൾ n-ന്റെ വാല്യൂ 1, മൾട്ടി ആണെങ്കിൽ, ഡബിൾ ആണെങ്കിൽ 2, ട്രിപ്പിൾ ആണെങ്കിൽ 3. അപ്പൊ അവിടെ n-ന്റെ വാല്യൂ 1, 2, 3 കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ലീഡ്
ഈസ് ഈക്വൽ ടു എൻ പി എന്നുള്ള ഇക്വേഷൻ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ ഇത് നമ്മുടെ ഒരു നോമൻക്ലേച്ചർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. സത്യത്തിൽ മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, ഓക്കെ, മേജർ മൈനർ, പിന്നീട് നമുക്കിവിടെ പിച്ച് കാണാൻ സാധിക്കും, റൂട്ട് ക്രസ്റ്റ് അല്ലെ, റൂട്ട് ക്രസ്റ്റ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ത്രെഡ് ടൈപ്പ് ഈസ് പ്രിഫേർഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ത്രെഡ് ടൈപ്പ് ഈസ് പ്രിഫേർഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ? പവർ ട്രാൻസ്മിഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണ്? ഓപ്ഷൻ എ മെട്രിക് ത്രെഡ്, ഓപ്ഷൻ ബി സ്ക്വയർ ത്രെഡ്, ഓപ്ഷൻ സി വിറ്റ്വർത്ത് ത്രെഡ്, ഓപ്ഷൻ ഡി നക്കിൾ ത്രെഡ്. പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുക? പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? മെട്രിക്, സ്ക്വയർ, യെസ്, വിറ്റ്വർത്ത്, നക്കിൾ. സംശയമൊന്നും വേണ്ട, വിനോയ് കറക്റ്റ് ആണ്. സ്ക്വയർ ത്രെഡ് ആണ് നമ്മൾ പവർ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്നുണ്ടാവും. പവർ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്ന ത്രെഡ് സ്ക്വയർ ത്രെഡ് തന്നെയാണ്. അപ്പൊ സ്ക്വയർ ത്രെഡ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലാണ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഒരു ഫ്ലാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും അല്ലെ. അതിൽ പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ആ ഫ്ലാങ്ക് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടെ ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 0.5 ടൈംസ് പിച്ച് ആണ്. 0.5 ടൈംസ് പിച്ച്. മുകളിലുള്ള ക്രസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അഗെയിൻ 0.5 ടൈംസ് പിച്ച്. സോ ആ രീതിയിലായിരിക്കും അതിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത്, സ്പേസിംഗ്. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഡെപ്തും ആ ഒരു ക്രസ്റ്റിന്റെ വിട്ടും കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫേസ് ഉണ്ടാവും അല്ലെ, ഫ്ലാറ്റ് ഫേസും അഗെയിൻ സ്പേസും ഒക്കെ 0.5 ടൈംസ് പിച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന രീതിയിലാണ് സ്ക്വയർ ഫോർമേഷൻ ഉണ്ടാവുക. ഓക്കെ, അവിടെ ഫ്ലാങ്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആംഗിൾ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. രണ്ട് ഫ്ലാങ്കുകൾക്കിടയിലുള്ള ആംഗിൾ 0 ആണ്. രണ്ട് ഫ്ലാങ്കുകൾക്കിടയിലുള്ള ആംഗിൾ അവിടെ 0 ആണ് കേട്ടോ. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ പറഞ്ഞ രണ്ട് ഫ്ലാങ്ക് പാരലായിട്ട് അങ്ങ് പോവല്ലേ, അപ്പോൾ ഈ രണ്ട് ഫ്ലാങ്കുകളും കൂട്ടിമുട്ടുവോ? കൂട്ടിമുട്ടില്ല. സോ ദാറ്റ് മീൻസ് അവിടെ സാധാരണ വി ത്രെഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് ഫ്ലാങ്കുകൾ കൂട്ടിമുട്ടും. അപ്പൊ അവിടെയാണ് നമ്മൾ 60 ഡിഗ്രി എന്നൊക്കെ പറയുന്നത്, 60 ഡിഗ്രി. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലാങ്കുകളും എന്താണ്, രണ്ടും പാരലായിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവിടെ രണ്ടും തമ്മിൽ ആംഗിൾ 0 ആണ്, 0. അത് മനസ്സിലാക്കിയിരിക്കാം. പിന്നീട് രണ്ട് സൈഡിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അപ്പോൾ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ സ്ക്രൂ ജാക്കുകളിലൊക്കെ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, സ്ക്രൂ ജാക്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതായത് ഫോർ എക്സാമ്പിൾ ലിഫ്റ്റിംഗ് പർപ്പസ്, നമ്മൾ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടികളൊക്കെ പൊക്കാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ താക്കുന്നുണ്ടാവും. അപ്പൊ മുകളിലേക്കും താഴേക്കും ഒക്കെ മൂവ് ചെയ്യാം, മുകളിലേക്കും താഴെ, അതായത് രണ്ട് സൈഡിലേക്കും, ബോത്ത് സൈഡ്സ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഇത്തരത്തിൽ അതായത് സ്ക്വയർ ത്രെഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ആംഗിൾ ഓഫ് മെട്രിക് ആക്മി ത്രെഡ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ആക്മി ത്രെഡുമായി ബന്ധപ്പെട്ട്. സോ യെസ്, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് മെട്രിക് ആക്മി ത്രെഡ്? ഓക്കെ, ബിനോയ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഒരു കാര്യം ഒന്ന് ഓർത്തിരുന്നോളൂ. ഇവിടെ ആക്മി എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം 29 ഡിഗ്രി. ഇനി അതല്ല, മെട്രിക് എന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉത്തരം 30 ഡിഗ്രി. ശ്രദ്ധിച്ചോളൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, റീസെന്റ് നടന്ന എക്സാമിന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണിത്. മെട്രിക് എന്ന് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മെട്രിക് ആക്മി ത്രെഡ് ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. എല്ലാവരും 29 പറയും, തെറ്റാണ്. കാര്യം നമ്മൾ ആക്മി ത്രെഡ് എന്ന് പറയുകയാണെങ്കിൽ മാത്രം 29 ഡിഗ്രി കറക്റ്റ് ആണ്. ആക്മി ത്രെഡ് എന്ന് പറയുകയാണെങ്കിൽ, മെട്രിക് എന്ന് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മെട്രിക് സ്റ്റാൻഡേർഡ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം 30 ഡിഗ്രി. ശ്രദ്ധിച്ചോളൂ, ഇതാണ് നമ്മുടെ ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. ആക്മി ത്രെഡ് സാധാരണഗതിയിൽ നമ്മളുടെ ലെയ്ത്ത് മെഷീനിലൊക്കെ, ഓഫ് കോഴ്സ് ഇത് നമ്മൾ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യാറുണ്ട്, ഇറ്റ്സ് ട്രപ്പിസോഡൽ ഫോർമേഷൻ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ലെയ്ത്ത് മെഷീന്റെ ഒക്കെ ലീഡ് സ്ക്രൂവിൽ, ഇത്തരത്തിൽ ലെയ്ത്ത് മെഷീനിലെ മാസ്റ്റർ സ്ക്രൂ എന്നറിയപ്പെടുന്ന ലീഡ് സ്ക്രൂവിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്മി ത്രെഡ് ആണ്. ലെയ്ത്ത് മെഷീനിലെ ലീഡ് സ്ക്രൂവിൽ യൂസ് ചെയ്യുന്ന ആക്മി ത്രെഡ് ആണ്. സോ ഇതൊരു സ്ക്വയർ ത്രെഡിന്റെ മോഡിഫിക്കേഷൻ ആണ്. ഇത്തരത്തിൽ സ്ക്വയർ ത്രെഡ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡ് ആണ്. ആക്മി ത്രെഡ് എന്ന് മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 29 ഡിഗ്രി. ഇനി അതെല്ലാം മെട്രിക് എന്ന് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം 30 ഡിഗ്രിയാണ് കേട്ടോ. സോ ഡെപ്ത് വന്നിട്ട് നമ്മൾക്കറിയാം, സ്ക്വയർ ത്രെഡിന്റെ ഡെപ്ത് 0.5 ടൈംസ് പിച്ച്. ഓഫ് കോഴ്സ് ഇവിടെ എന്ത് തന്നെയാണ്, ഡെപ്ത് 0.5 ടൈംസ് പിച്ച് ആണ്. പക്ഷെ മുകൾ പോർഷൻ ഒരു അല്പം ട്രപ്പിസോഡലായിട്ട് മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കുറവാണ്. ഇറ്റ് ഈസ് 0.37 പിച്ച്. 0.37 പിച്ച് ആണ് ഫ്ലാറ്റ് സർഫസ് ടോപ്പ് സൈഡ് അല്ലെ, ക്രസ്റ്റിന്റെ
ടോപ്പ് സൈഡിൽ അല്ലെങ്കിൽ ക്രസ്റ്റിന്റെ ആ ഒരു ഫ്ലാറ്റ് സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുക 0.37 പിച്ച്. അതുപോലെ തന്നെ ദാറ്റ് ഈസ് അതിന്റെ ഡെപ്ത് അല്ലെ, ഡെപ്ത് വന്നിട്ട് 0.5 ടൈംസ് പിച്ച്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ബിനോയ് അത് ക്ലിയർ ആയെന്ന് കരുതുന്നു, അത് വിട്ടുപോകരുത്. 30 ഡിഗ്രിയാണ് മെട്രിക് ആക്മി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി അത് 29 ഡിഗ്രി തന്നെയാണ്. ആക്മി എന്ന് മാത്രം പറയുകയാണെങ്കിൽ 29 കേട്ടോ. സോ മറ്റൊരു ചോദ്യം, what is 1.25 stands for a metric thread designated as M12 1.25? അപ്പൊ നമ്മളോട് പറയാണ് M12 into 1.25 എന്നുള്ള സ്റ്റാൻഡേർഡ് തന്നു കഴിഞ്ഞാൽ എന്താണ് ഈ 1.25 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ 1.25 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? M12 into 1.25 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മേജർ ഡയമീറ്റർ ആണോ, പിച്ച് ഓഫ് ദ ത്രെഡ് ആണോ, മൈനർ ഡയമീറ്റർ ആണോ, ഡെപ്ത് ഓഫ് ത്രെഡ് ആണോ? M12 into 1.25, അതിനകത്ത് ഈ 1.25 എന്താണ് ഉദ്ദേശിക്കുന്നത്? പിച്ച് ആണോ, മേജർ ഡയമീറ്റർ ആണോ, മൈനർ ആണോ, ഡെപ്ത് ആണോ? യെസ്, സംശയമൊന്നും വേണ്ട, പിച്ച് ആണ് അല്ലെ, ഇത്തരത്തിൽ പിച്ച് ആണ്. അപ്പൊ M12 ദാറ്റ് ഈസ് മേജർ ഡയമീറ്റർ 12, M12 into 1.25 എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് പിച്ച് വാല്യൂ ആണ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു എന്താണ് പിച്ച് എന്നുള്ളത്. സോ ഇവിടെ നോക്കി, ഇവിടെ റെപ്രസെന്റേഷൻ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രം തന്നിട്ട് ഇത് എക്സ്റ്റേണൽ ത്രെഡ് ആണോ ഇന്റേണൽ ത്രെഡ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ ഇത്തരത്തിൽ ഇവിടെ നോക്കി M50 2F RH എന്ന് കൊടുത്തിട്ടുണ്ട്. M50 2F RH. RH എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡാണ്, റൈറ്റ് ഹാൻഡ് ത്രെഡ്. ഈ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ LH എന്ന് കൊടുക്കും, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്. റൈറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആവും, റിവേഴ്സ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ലൂസ് ആവും. ആ രീതിയിലാണ് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ RH ആണ്, റൈറ്റ് ഹാൻഡ് ത്രെഡ്. പൊതുവെ നമ്മളെല്ലാം സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കൂടുതലും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ RH എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. F എന്ന് പറഞ്ഞ ഫൈൻ ത്രെഡ് ആണ്, ഫൈൻ ത്രെഡ്, കോഴ്സ് ത്രെഡ്. നമ്മൾ ടൈപ്സ് ഓഫ് ത്രെഡുമായി ബന്ധപ്പെട്ട് അതിന്റെ പിച്ചിന്റെ അടിസ്ഥാനത്തിൽ ഫൈന്, കോഴ്സ്, മീഡിയം എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ അത് F എന്ന് പറഞ്ഞ ഫൈൻ ത്രെഡ് ആണ് ഉദ്ദേശിക്കുന്നത്. 2 എന്ന് പറയുന്നത് 2 mm പിച്ച് ആണ്, പിച്ച് ഇൻ mm, 2 mm പിച്ച്. 50 എന്ന് ഉദ്ദേശിക്കുന്നത് മേജർ ഡയമീറ്റർ ആണ്. സോ അത്തരത്തിൽ ത്രെഡ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ ബോൾട്ട് ഒക്കെ ത്രെഡ് ഒക്കെ നമ്മൾ ആ ഒരു മേജർ ഡയമീറ്ററിൽ പറയാറുണ്ട്. സോ M50 എന്ന് പറയുന്നത് 50 mm ആണ് അതിന്റെ മേജർ ഡയമീറ്റർ. ഓക്കെ, ഇത് എക്സ്റ്റേണൽ ത്രെഡ് ആയതുകൊണ്ട് തന്നെ റെപ്രസെന്റേഷൻ അതിന്റെ ആ ഒരു സിമ്പിൾസ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇത്തരത്തിൽ എങ്ങനെയാണ് റെപ്രസെന്റേഷൻ എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ചോദ്യം വന്നത് എന്തായിരുന്നു? 1.25 ആയിരുന്നു, അത് പിച്ച് വാല്യൂ ആണ്. അപ്പൊ റെപ്രസെന്റേഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. മറ്റു ചോദ്യം, വിച്ച് ത്രെഡ് ഹാസ് എ കമ്പൈൻഡ് സ്ട്രെങ്ത് ഓഫ് സ്ക്വയർ ത്രെഡ് ആൻഡ് വി ത്രെഡ്? സ്ക്വയർ ത്രെഡിന്റെയും വി ത്രെഡിന്റെയും കമ്പൈൻഡ് ഇഫക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് കിട്ടുന്ന ത്രെഡ് ഏതാണ്? വി ത്രെഡ്, സ്ക്വയർ ത്രെഡ്, നക്കിൾ ത്രെഡ്, ബട്ടർ ത്രെഡ്. ഏതായിരിക്കും? രണ്ടിന്റെയും കൂടി സ്ട്രെങ്ത് കിട്ടുന്ന ത്രെഡ് ഏതാണ്? വി ത്രെഡ് ആണോ, സ്ക്വയർ ത്രെഡ് ആണോ, നക്കിൾ ത്രെഡ് ആണോ, ബട്ടർ ത്രെഡ് ആണോ? യെസ്, ഇവിടെ റൈറ്റ് ആൻസർ ബട്ടർ ത്രെഡ്, ബട്ടർ ത്രെഡ്. അപ്പൊ ഇത് നോക്കി, ഇത് രണ്ടിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ഇവിടെ സ്ക്വയർ, ഇവിടെ ത്രെഡ്, വി ത്രെഡ്, ഇവിടെ സ്ക്വയർ, വി ത്രെഡ്, സ്ക്വയർ, വി ത്രെഡ്, സ്ക്വയർ, വി ത്രെഡ്. അപ്പൊ ഇങ്ങനെയുള്ള ത്രെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ത്രെഡാണ് ബേസിക്കലി എന്ത് ബട്ടർ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ബട്ടർ ത്രെഡ് നമ്മൾ പൊതുവെ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സ്ക്വയർ ത്രെഡോടൊപ്പം. എന്നാൽ സ്ക്വയർ ത്രെഡ് ആണ് ഏറ്റവും ബെസ്റ്റ്, രണ്ട് സൈഡിലേക്കും പറ്റും. ബട്ടർ ത്രെഡിന്റെ പ്രത്യേകത എന്താണ്? ഈ പറയുന്ന രീതിയിൽ ഫ്ലാങ്ക് എന്ന് പറയുന്നത് അല്ലെ, ഒന്ന് പെർപെൻഡിക്കുലർ ആയിരിക്കും, പിന്നീട് ഫ്ലാറ്റ് സർഫസ്, പിന്നീട് ഇത്തരത്തിൽ ചെരിഞ്ഞിരിക്കുന്നുണ്ടാവും, പിന്നീട് ഫ്ലാറ്റ് സർഫസ്, പിന്നെ വീണ്ടും പെർപെൻഡിക്കുലർ, പിന്നെ ചെരിയുന്നു. അപ്പൊ ഇത് കമ്പൈൻഡ് ആണ് അല്ലെ, ഇത്തരത്തിൽ സ്ക്വയറിന്റെയും അതുപോലെ തന്നെ എന്താണ് വിയുടെയും, സ്ക്വയർ വിയുടെയും ഇതൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ബേസിക്കലി ബട്രസ് എന്ന് പറയുന്നുണ്ടാവുക. അതിന്റെ ആംഗിൾ നോക്കിയാൽ 45 ഡിഗ്രി. സോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആംഗിൾ 45 ഡിഗ്രി. സ്ക്വയർ ആണെങ്കിൽ അവിടെ നമുക്ക് 0 ഡിഗ്രി, അല്ലെങ്കിൽ ഫ്ലാങ്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പെർപെൻഡിക്കുലർ ടു ആക്സിസ് ഓഫ് ദ ത്രെഡ്. പിന്നീട് വി ത്രെഡ് ആണെങ്കിൽ അവിടെ 60 ഡിഗ്രി അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഈ പറയുന്ന ബട്ടർ ത്രെഡിന്റെ ഫ്ലാങ്കുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 ഡിഗ്രി. മറ്റൊരു പ്രത്യേകത, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ
പവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയുണ്ടാവുള്ളൂ. എന്നാൽ സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞ രണ്ട് സൈഡിലേക്ക് നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. സോ യൂസ്ഡ് ഇൻ പവർ പ്രസസ്, കാർപ്പൻട്രി വൈസ്, ഗൺ ബ്രീച്ച് മെക്കാനിസം, റാച്ചറ്റ് എക്സെട്ര. ഇതിൽ ആപ്ലിക്കേഷൻ ഓർത്തിരിക്കാം. പവർ പ്രസസ്, അതുപോലെ തന്നെ കാർപ്പൻട്രി വൈസസ്, ഗൺ ബ്രീച്ചസ്, റാച്ചറ്റ്സുകളൊക്കെ ഇത്തരത്തിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഫൈൻ. മറ്റൊരു ചോദ്യം നോക്കേ. The lead of triple start thread is 4.5 mm. What will be the pitch of thread? നേരത്തെ കണ്ട അതേ റിലേഷൻ വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആയിട്ട് വന്നതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. The lead of triple start thread is 4.5 mm. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലീഡ് തന്നിട്ടുണ്ട് 4.5 mm. What will be the pitch? പിച്ച് കണ്ടുപിടിക്കണം അല്ലെ. ട്രിപ്പിൾ സ്റ്റാർട്ട് എന്ന് പറയുന്നു, എന്നിന്റെ വാല്യൂ 3. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിച്ചൂടെ, പിച്ച് കണ്ടുപിടിച്ചൂടെ, ഈസി അല്ലേ. അപ്പൊ നമ്മുടെ റിലേഷൻ നേരത്തെ എഴുതി എങ്ങനെയായിരുന്നു, ലീഡ് ഈസ് ഈക്വൽ ടു n ടൈംസ് പിച്ച്. അപ്പൊ അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ആണല്ലേ. അപ്പൊ പി ഈസ് ഈക്വൽ ടു L/n. എല്ലിന്റെ വാല്യൂ എത്രയാ, 4.5. എന്നിന്റെ വാല്യൂ എത്രയാ, 3. അപ്പൊ 4 നിന്നും 4 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4.5 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ഉത്തരം എന്താ, 1.5. ക്ലിയർ ആണേ, ഓക്കെ ആണോ? ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നു തന്നെ നമുക്ക് ചെയ്തുകൂടെ, ചോദ്യം നമുക്ക് വന്നുകൂടെ, പ്രതീക്ഷിച്ചൂടെ? നമ്മുടെ എക്സാമിന് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം 1 മിനിറ്റ് പോലും വേണ്ടല്ലോ ചെയ്യാൻ, കിട്ടില്ലേ? അപ്പോൾ റിലേഷൻ ഓർത്തിരുന്നാൽ മാത്രം മതി. ഇത്തരത്തിൽ ലീഡ് ഈസ് ഈക്വൽ ടു NP എന്നുള്ള റിലേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ തന്നെയാണ്. നമ്മൾ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പല എക്സാമുകൾക്കായിട്ട് ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, knuckle thread is a modified form of, നേരത്തെ പറഞ്ഞിരുന്നു, വേഗം പറഞ്ഞോളൂ. knuckle thread is a modified form of, knuckle thread is a modified form of acme thread, butter thread, V thread, square thread. knuckle thread, yes. അയ്യോ നോക്കിയേ, ആലോചിച്ച് നോക്കിയേ. knuckle thread എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള knuckle thread, ഇങ്ങനെ വന്ന knuckle thread ആണ്. സോ മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡ് ആണ് കേട്ടോ. സ്ക്വയർ ത്രെഡിന്റെ മോഡിഫൈഡ് ഫോം ആണ്. ബട്രസ് ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറും വിയും ചേർന്നിട്ടുള്ളതാണ്. നെക്കിൾ ത്രെഡ്, സോറി, ബട്രസ് ത്രെഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക, ഓപ്ഷൻ ഡി സ്ക്വയർ ത്രെഡ് ആണ് കേട്ടോ. സ്ക്വയർ ത്രെഡ്, അപ്പോ സോറി, യെസ്, മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡ്. അപ്പോൾ സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് നെക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ നോക്കിയാൽ അതിന്റെ ഡെപ്ത്, നമ്മൾ സ്ക്വയർ ത്രെഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെപ്ത് നോക്കിയാൽ ഇത്തരത്തിൽ ഡെപ്തും വിഡ്ത്തും ഒക്കെ എങ്ങനെയായിരുന്നു, ഡെപ്ത് 0.5, സോ മെഗെയിൻ 0.5 ആണ് അല്ലെ. സോ ഇതിന്റെ അതുപോലെ തന്നെ 0.5 ആണ്, സ്പേസിംഗും 0.5 ആണ്, ഡെപ്തും 0.5 തന്നെയാണ്. സോ അത് ഒരു എന്താണ്, ഒരല്പം മോഡിഫൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒരു എന്താണ്, സർക്കുലർ അല്ലെങ്കിൽ സെമി സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഡയമെൻഷൻസ് ഒക്കെ അത് തന്നെയാണ് കേട്ടോ. ഇറ്റ് ഈസ് മോഡിഫൈഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡ് ആണ് നെക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. മറ്റു ചോദ്യം, വിച്ച് നട്ട് ഹാവിംഗ് എ സ്പെറിക്കൽ ഡോം അറ്റ് ടോപ്പ്. ഏതൊരു നട്ടിന് മുകളിലായിട്ട് ഒരു സ്പെറിക്കൽ ഡോം കാണാറുണ്ട്, ഏത് നട്ടാണെന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ ഒരു നട്ടിനകത്ത് സ്പെറിക്കൽ ഡോം കാണാറുണ്ട്. ഓപ്ഷൻ എ ഫ്ലാഞ്ച് നട്ട്, ഓപ്ഷൻ ബി വിങ് നട്ട്, ഓപ്ഷൻ ഡി ഡോം നട്ട്, ഓപ്ഷൻ ഡി ക്യാപ് നട്ട്. ഏതായിരിക്കും വരിക? യെസ്, വിച്ച് നട്ട്. ഓപ്ഷൻസ്, യെസ്, റൈറ്റ് ആൻസർ ആണ് ഡോം നട്ട്. തന്നെയാണ് ഉത്തരമായിട്ട് വരിക. വിച്ച് നട്ട് ഹാവിംഗ് സ്പെറിക്കൽ ഡോം അറ്റ് ടോപ്പ്, ഉത്തരം ഡോം നട്ട് തന്നെയാണ്. സ്പെറിക്കലിന് പകരം ഫ്ലാറ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ക്യാപ്പ് നട്ട് എന്ന് വിളിക്കും. ക്യാപ്പ് നട്ട്, ഡോം നട്ട്, ക്യാപ്പ് നട്ട് അല്ലെ. സോ രണ്ട് ഒരുപോലെ സെയിം യൂസ് ആണ്. ബേസിക്കലി ബോൾട്ടിനകത്ത് തുരുമ്പൊന്നും വരാതിരിക്കാനൊക്കെയാണ് പൊതുവെ ആ ഒരു കവർ ചെയ്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്നു. സോ ഡോം ഷേപ്പ് ആണെങ്കിൽ ഡോം നട്ട്, അതല്ല ഫ്ലാറ്റ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാപ്പ് നട്ട് എന്നറിയപ്പെടും. സോ ഇതാണ് നമ്മുടെ ഡോം നട്ട് എന്ന് പറയുന്നത് അല്ലെ. സോ ക്യാപ് നട്ട് ഹാവിംഗ് സ്പെറിക്കൽ ഡോം അറ്റ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഡോം നട്ട് എന്ന് വിളിക്കുന്നു. മറ്റു ചോദ്യം, ദ മെയിൻ ഫാക്ടേഴ്സ് ഫോർ ഡെസിഗ്നേഷൻ ഓഫ് ബോൾട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഫാക്ടർ എന്താണ്? ഒരു ബോൾട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഫാക്ടർ എന്താണ്? ബൈ ദെയർ ഷേപ്പ് ഓഫ് ദ ഹെഡ്, ബൈ ദെയർ ക്രോസ് സെക്ഷൻ ഓഫ് ഹെഡ്, ബൈ ദെയർ ടോട്ടൽ ലെങ്ത്, ബൈ ദെയർ ത്രെഡ് ഫോം. നമ്മളൊരു ബോൾട്ട് എന്താന്ന് മനസ്സിലായില്ല, ഇത്തരത്തിലുള്ള ബോൾട്ടുകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, ബോൾട്ട്
അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഇതൊരു ഹെക്സഗണൽ ബോൾട്ട് ആണ്, ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ട് അല്ലെ, ഹെക്സഗണൽ ഹെഡോട് കൂടിയിട്ടുള്ള ബോൾട്ട് ആണ്. അപ്പൊ അതായത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? ഹെഡ് ഏതാണെന്നാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ, ഹെഡിന്റെ ഷേപ്പ്. അപ്പോൾ ഇത്തരത്തിൽ ഹെക്സഗണൽ ആയിട്ടുള്ള ഹെഡ് ഉണ്ട്, സ്ക്വയർ ഹെഡഡ് ബോൾട്ട് ഉണ്ട് അല്ലെ, ഹൂക്ക് ബോൾട്ട്, അതിന്റെ അപ്പൊ ടി ബോൾട്ട്, നേരത്തെ പറഞ്ഞ ടി ബോൾട്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹെഡിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. സോ ദ മെയിൻ ഫാക്ടർ ഫോർ ഡെസിഗ്നേഷൻ ഓഫ് ബോൾട്ട് എന്ന് പറയുമ്പോൾ എന്തെന്നായിരിക്കും? അപ്പോൾ ഇറ്റ് ഈസ് ബൈ ദെയർ ഷേപ്പ് ഓഫ് ഹെഡ്, ഹെഡിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. ഓക്കെ ആണ്. അപ്പൊ ബോൾട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക ഹെഡിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊരു ചോദ്യം, വിച്ച് ഫൗണ്ടേഷൻ ബോൾട്ട്, ഫൗണ്ടേഷൻ ബോൾട്ടുമായി ബന്ധപ്പെട്ടാണ്. വിച്ച് ഫൗണ്ടേഷൻ ബോൾട്ട് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ഹെവി മെഷീൻസ്? ഹെവി ആയിട്ടുള്ള മെഷീൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബോൾട്ട് ഏതാണ്? സിലബസിലെ ഫൗണ്ടേഷൻ ബോൾട്ട് എടുത്ത് പറയുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള മെഷീൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ എ ക്വാർട്ടർ ഫൗണ്ടേഷൻ, ഓപ്ഷൻ ബി ഐ ഫൗണ്ടേഷൻ, ഓപ്ഷൻ സി റാഗ് ഫൗണ്ടേഷൻ, ഓപ്ഷൻ ഡി ലൂസ് ഫൗണ്ടേഷൻ. അപ്പൊ ബിനോയെ ശ്രദ്ധിച്ചോളൂ, ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഹെവി, സാധാരണ മെഷീനറി ഒക്കെ ഫിക്സ് ചെയ്യാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ ബോൾട്ട് യൂസ് ചെയ്യുക, അങ്ങനെ സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഹെവി ആയിട്ടുള്ള, വളരെ വലിയ ഹെവി ആയിട്ടുള്ള മെഷീൻസുകളൊക്കെ ഇത്തരത്തിൽ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ഫൗണ്ടേഷൻ ബോൾട്ട് യൂസ് ചെയ്യും? ഐ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ഒരു എന്താണ് ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു റോഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഐ ഫൗണ്ടേഷൻ. ഇത്തരത്തിൽ ചെറിയ ചെറിയ മെഷീനുകൾ നമ്മളുടെ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന നോർമൽ വൈബ്രേഷൻ ഒന്നും ഇല്ലാത്ത, വളരെ വലിയ വൈബ്രേഷൻസ് ഒന്നും ഇല്ലാത്ത മെഷീനുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ബോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ഐ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഹെവി മെഷീനറിയിലേക്ക് വരുന്ന സമയത്ത് ഉത്തരം എന്താ വരിക? ക്വാർട്ടർ ഫൗണ്ടേഷൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ, ക്വാർട്ടർ ഫൗണ്ടേഷൻ. അപ്പൊ ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്, ഐ ഫൗണ്ടേഷൻ, റാഗ് ഫൗണ്ടേഷൻ, ലൂസ് ഫൗണ്ടേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വാർട്ടറുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത്. ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് ഇസ് യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ഹെവി മെഷീനറീസ്. അപ്പൊ അത് അതുപോലെ തന്നെ പഠിക്കാം. അപ്പോൾ ഹെവി മെഷീനറീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യുന്നു? ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട്. ഓക്കെ, then it has a rectangular slot at the bottom end to receive quarter. അതിലൊരു സ്ലോട്ട് ഉണ്ടാവും, റെക്ടാങ്കുലർ സ്ലോട്ട് ഉണ്ടാവും, അതിനകത്തേക്കായിരിക്കും ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ക്വാർട്ടർ ഇങ്ങനെ ആ സ്ലോട്ടിനകത്തൂടെ ഇൻസേർട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, സോ അത്തരത്തിൽ ഹെവി മെഷീനറീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ക്വാർട്ടർ ഫൗണ്ടേഷൻ ബോൾട്ട് അതിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് പഠിച്ചിരിക്കുക. മറ്റു ചോദ്യം, വിച്ച് നട്ട് ഈസ് ഓപ്പറേറ്റഡ് ബൈ തമ്പ് ആൻഡ് ഫിംഗർ വിത്തൗട്ട് യൂസ് ഓഫ് സ്പാനർ? സ്പാനർ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കൈകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ തള്ള വിരലുണ്ടല്ലോ, അപ്പൊ ആ ഒരു വിരൽ കൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന നട്ട് ഏതാണ്? റിംഗ് നട്ട്, ക്യാപ്സ്റ്റൺ നട്ട്, വിങ് നട്ട്, സ്ക്വയർ നട്ട്, ഏതായിരിക്കും? നമ്മൾ ഹാക്സോ ഫ്രെയിമിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് കാണാറുണ്ട്. ഹാക്സോ ഫ്രെയിമിന്റെ ഫ്രണ്ടിലത്തെ ഹാക്സോ ബ്ലേഡ് ഒക്കെ ടൈറ്റ് ചെയ്യാൻ പിൻ വൈസസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏതായിരിക്കും ഇത്? ഏത് നട്ടാ? സംശയമൊന്നും വേണ്ട, വിങ് നെറ്റ്, ഓപ്ഷൻ സി വിങ് നെറ്റാണ് ഉത്തരം വരിക കേട്ടോ. ഈ പറഞ്ഞ ചിത്രത്തിലുള്ള നെറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് ടൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് വിങ് നെറ്റ്. ഓപ്പറേറ്റഡ് ബൈ തമ്പ് ആൻഡ് ഫിംഗർ അല്ലെ, തമ്പ് ഫിംഗറിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. സ്പെഷ്യൽ നമ്മുടെ സ്പാനർ ഒന്നും വേണ്ട. ഹാക്സോ ഫ്രെയിമിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇത്തരത്തിൽ എപ്പോഴും ഹാക്സോ ബ്ലേഡ് നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഡ്ജസ്റ്റ്മെന്റും ഫ്രീക്വന്റ്ലി അല്ലെ കൂടെ നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഹാക്സോ ഫ്രെയിമുകളിൽ ഇത്തരത്തിലുള്ള വിങ് നെറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. സോ വിങ് നെറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. മറ്റു ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്. അപ്പം നമുക്കറിയാം നിരവധി ത്രെഡുകളുണ്ട്. ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ്, ഓക്കെ, അതുപോലെ തന്നെ വി ത്രെഡ്, ഒക്കെ നിരവധി ടൈപ്പ് ത്രെഡുകളുണ്ട്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ് ഹാസ് ആൻ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് 55 ഡിഗ്രി. കറക്റ്റ് ആണോ? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡില് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണോ? അത് ആണ്, കറക്റ്റ് ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡില് 55 ഡിഗ്രിയാണ്. ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആവുമ്പോൾ 47 ഡിഗ്രി. ബാക്കിയെല്ലാം ബ്രിട്ടീഷിന്റെ പേര് വരുന്ന എല്ലാം 55 തന്നെയാണ്. വ്യത്യാസമുള്ളത് ബ്രിട്ടീഷ് അസോസിയേഷൻ മാത്രമേ ഉള്ളൂ, അത് 47 ബാക്കി ബ്രിട്ടീഷ് വന്നാൽ എല്ലാം എന്ത് തന്നെയാണ്? 55 ഡിഗ്രിയാണ് കേട്ടോ.
The depth of thread is 0.6134 into pitch. Depth of thread 0.6134 ആണ്. സോ അത് റോങ് ആയിട്ടുള്ളതാണ്. സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ എ മാത്രമാണ്, ദാറ്റ് ഈസ് 1 only ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻക്ലൂഡഡ് ആംഗിൾ 55 ഡിഗ്രി ആണ്. ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞാൽ 0.6403 ടൈംസ് പിച്ച് ആണ്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന 0.6134 ആണ്. സോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഡെപ്ത് ഓഫ് ത്രെഡ് ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ റൗണ്ടഡ് വിത്ത് ഡെഫിനിറ്റ് റേഡിയസ്. ഇതിൽ മുകളിലും താഴെയായിട്ട് ഇത്തരത്തിൽ ഡെഫിനിറ്റ് റേഡിയസിൽ റൗണ്ടഡ് ആണ്. ഇൻക്ലൂഡഡ് ആംഗിൾ 55 ഡിഗ്രി ആണ്. ഓക്കെ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മറ്റൊരു ചോദ്യം, എ ലോക്കിംഗ് നട്ട് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോക്കിംഗ് നട്ട് ഉണ്ട്. ഏതാണ്? ജാം നട്ട്, കാസിൽ നട്ട്, സോൺ നട്ട്, റിംഗ് നട്ട്. വേഗം പറഞ്ഞു. ലോക്കിംഗ് നട്ട് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ലോക്കിംഗ് നട്ട് ഏതാണ്? ജാം നട്ട്, കാസിൽ നട്ട്, സോൺ നട്ട്, റിംഗ് നട്ട്. യെസ്, സംശയം വേണ്ട, കാസിൽ നട്ട് ആണ് കേട്ടോ. കാസിൽ നട്ട് അറിയാലോ. തരത്തിൽ നോക്കി, ഹെക്സഗണൽ നട്ട്, അതിന് മുകളിലായിട്ട് ഒരു സിലിണ്ടറിക്കൽ പോർഷൻ, അതിലൂടെ സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാകും. ആ സ്ലോട്ടിലൂടെയും നമ്മളുടെ ബോൾട്ടിലൂടെയും കടന്നു പോകുന്ന രീതിയിൽ, ബോൾട്ടിനുള്ളിലൂടെ കടന്നു പോകുന്ന രീതിയിൽ നമ്മൾ ആ ഒരു എന്താണ് ഒരു പിന്ന് അല്ലെ, പിന്ന് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. സോ റിംഗ് നെറ്റ് അല്ല, കൂടുതൽ നമ്മൾ ഇത്തരത്തിൽ ഫൗണ്ടേഷൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് വൈഡ്ലി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ? കാസിൽ നട്ട് ആണ് കേട്ടോ. ഓർത്തിരുന്നോളൂ. സോ ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ അത്തരത്തിൽ വൈഡ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ആൻഡ് ലോക്കോമോട്ടീവ് എഞ്ചിൻസ് വേർ ദേ ആർ സബ്ജക്ട് ടു സഡൻ ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ലോക്കിംഗ് നട്ട് തന്നെയാണ് ബേസിക്കലി അത് അല്ലെ. സ്പ്ലിറ്റ് പിന്നെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് ലോക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ സ്ലോട്ട്സ് ആർ കട്ട് ഇൻ സിലിണ്ടറിക്കൽ കോളർ പ്രൊവൈഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ നെറ്റ് ദസ് ഓവർകം ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്ലോട്ടഡ് നെറ്റ്. അപ്പോൾ സ്ലോട്ടഡ് നെറ്റിന്റെ ഒരു പോരായ്മ നമുക്കറിയാം, സാധാരണ ഇതിൽ ഇവിടെയാണ് സ്ലോട്ട് ചെയ്യുന്നുണ്ടാവുക. സോ അതിനെക്കാട്ടും നല്ലത് കുറച്ചുകൂടി മുകളിലേക്ക് ഒരു സിലിണ്ടറിക്കൽ പോർഷൻ എത്തിച്ചുകൊണ്ട് ആ സിലിണ്ടറിക്കൽ പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? സ്ലോട്ട് കട്ട് ചെയ്യുന്നുണ്ടാവുക. അതിലൂടെ നമ്മൾ സ്പ്ലിറ്റ് പിൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവും. സോ എവിടെയാണ് ശ്രദ്ധിച്ചോളൂ? വൈഡ്ലി യൂസ് ഇൻ ഓട്ടോമൊബൈൽ ആൻഡ് ലോക്കോമോട്ടീവ് എഞ്ചിൻസ് വേർ ദർ ആർ സബ്ജക്ട് ടു സഡൻ ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. പെട്ടെന്നുള്ള ഷോക്കും അല്ലെങ്കിൽ വൈബ്രേഷനും ഒക്കെ ഉള്ളിടത്താണ് പൊതുവെ. വൈബ്രേഷൻ ഉള്ളിടത്ത് സാധാരണ നെറ്റ് ബോൾട്ട് ഒക്കെ എന്താണോ അവിടെ ഇളകി പോകാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ലൂസായി പോകാറുണ്ട്. സോ അത്തരത്തിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കാസിൽ നെറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഓർത്തിരുന്നോളൂ. മറ്റൊരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ബി എ ത്രെഡ്? ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. നേരത്തെ പറഞ്ഞായിരുന്നു ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. ഇപ്പൊ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡിനെ ഉള്ള വ്യത്യാസമുള്ളത്, അതിനാണ് 47.5 ഡിഗ്രി എന്ന് പറയുന്നത്. 7.5 ഡിഗ്രി ആണ് ഇൻക്ലൂഡഡ് ആംഗിൾ. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ഹാസ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് 47.5 ഡിഗ്രി. കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആർ യൂസ്ഡ് ഇൻ സ്മോൾ സ്ക്രൂസ് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, വാച്ച് സ്ക്രൂസ് ഓഫ് സയന്റിഫിക് അപ്പാരറ്റസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഓൾ ഓഫ് ദി റൈറ്റ് ആൻസർ ആണ്. ബിനോയ് കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം നോക്കി, പ്രീവിയസ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് പിച്ച് ഡയമീറ്റർ ഓഫ് ത്രെഡ്? പിച്ച് ഡയമീറ്റർ ഓഫ് ത്രെഡ്. സോ പിച്ച് ഡയമീറ്റർ ത്രെഡിന്റെ പിച്ച് ഡയമീറ്ററുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് ഡയമീറ്റർ ഫോംഡ് ആഫ്റ്റർ ദ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് അല്ലെ. നമുക്കറിയാം അത് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ഡയമീറ്റർ. അപ്പം ഏറ്റവും ചെറിയ ഡയമീറ്റർ നമ്മൾ മൈനർ ഡയമീറ്റർ എന്നും ഏറ്റവും വലിയ ഡയമീറ്റർ നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സ്മോളസ്റ്റ് ഡയമീറ്ററും അല്ല, ലാർജസ്റ്റ് ഡയമീറ്ററും അല്ല. എന്നാൽ ഈ പറഞ്ഞ പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്തരത്തിൽ യെസ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടയിലായിട്ട് നമുക്ക് എന്താണ് ഇത്തരത്തിൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഡയമീറ്റർ ആണ്. സോ ഇറ്റ് ഈസ് എൻ ഡയമീറ്റർ ഓഫ് ഇൻ ഇമാജിനറി സിലിണ്ടർ വിച്ച് പാസസ് ത്രൂ ദ ത്രെഡ് സച്ച് ദാറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ സ്പേസ് ഇസ് ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ദ ത്രെഡ് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ 3 ഒള്ളിയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. കറക്റ്റ് ആണ്, മനസ്സിലാക്കുക. മറ്റൊരു ചോദ്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് സ്ക്വയർ ആൻഡ് ട്രപ്പിസോഡൽ ത്രെഡ്?
Okay. So which of the following statement is are correct about square and trapezoidal thread? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, സ്ക്വയർ ആൻഡ് ട്രപ്പസോയിഡൽ ത്രെഡ് have more cross section than V thread. So square and trapezoidal thread have more cross sectional area than V thread. കറക്റ്റ് ആണ്. V thread നെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി, അതായത് V thread എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് ഫാസ്റ്റിംഗ് പർപ്പസ് യൂസ് ചെയ്യുന്നതാണ്. സ്ക്വയർ ആൻഡ് ട്രപ്പസോയിഡൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ പവർ ട്രാൻസ്മിഷൻ ആണ് പ്രധാനമായിട്ടും സ്ക്വയർ ത്രെഡ്, ട്രപ്പസോയിഡൽ ത്രെഡ്, ആക്മി ത്രെഡ് ഒക്കെ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ സ്ക്വയർ ആൻഡ് ട്രപ്പസോയിഡൽ ത്രെഡ് ഹാവ് മോർ ക്രോസ് സെക്ഷൻ ഏരിയ ദ കമ്പയർഡ് ടു വി ത്രെഡ്. കറക്റ്റ് ആണ്. സോ സ്ക്വയർ ആൻഡ് ട്രപ്പസോയിഡൽ ത്രെഡ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, സ്ക്വയർ ആൻഡ് ട്രപ്പസോയിഡൽ ത്രെഡ് ആർ മോർ സ്യൂട്ടബിൾ ടു ട്രാൻസ്മിറ്റ് മോഷൻ ഓർ പവർ ദാൻ വി ത്രെഡ്. കറക്റ്റ് ആണ് അല്ലെ. തരത്തിൽ സ്ക്വയറും ട്രപ്പസോയിഡൽ ത്രെഡും ഒക്കെ കൂടുതൽ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നു. വി ത്രെഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫാസ്റ്റനിങ് പർപ്പസുകൾക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എന്താ, സ്ക്വയർ ആൻഡ് ട്രപ്പസോയിഡൽ ത്രെഡ്, യെസ് 3 റോങ് ആണ്. മൂന്നാമത്തെ റോങ് ആണ്. സ്ക്വയർ ആൻഡ് ട്രപ്പസോയിഡൽ ത്രെഡ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് പർപ്പസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 3 കറക്റ്റ് റോങ് ആണ്. ഫാസ്റ്റനിങ് പർപ്പസ് യൂസ് ചെയ്യുന്നില്ലെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സോ 1 and 2 നമുക്ക് ഉത്തരമായിട്ട് പറയാം. ഓക്കെ, യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മറ്റൊരു ചോദ്യം, ഇഫ് എ നട്ട് വെൻ ടേൺഡ് ഇൻ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ screws on a bolt head, the thread is said to be dash. If a nut when turned in clockwise direction റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ത്രെഡിനെ എന്താ വിളിക്കാം? സോ നമ്മൾ ഇത്തരത്തിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബോൾട്ട് ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഹാൻഡ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. സോ റൈറ്റ് ഹാൻഡ് ത്രെഡ് അതെ. സോ അതാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ്. ഇനി അതല്ല ആന്റി ക്ലോക്ക്വൈസ് ആണെന്നുണ്ടെങ്കിൽ that is the left hand thread. So right hand thread advances in the nut when the turn in clockwise direction. അല്ലാതെ നട്ടിലേക്ക് അഡ്വാൻസ് അല്ലെങ്കിൽ ബോൾട്ടിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നുണ്ടാവുക നട്ട് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നുണ്ടാവുക. സോ RH വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, RH. മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫൗണ്ടേഷൻ ബോൾട്ട്? തന്നിരിക്കുന്നിടത്ത് ഏതാണ് ഫൗണ്ടേഷൻ ബോൾട്ട്? കൗണ്ടർ സംഘ് ബോൾട്ട്, ടാപ്പ് ബോൾട്ട്, സ്റ്റഡ് ബോൾട്ട്, റാഗ് ബോൾട്ട്. ഏതാണ്? വേഗം പറഞ്ഞു. Which of the following is a foundation bolt? ഏതാണ്? യെസ്, റാഗ് ബോൾട്ട്. റാഗ് ബോൾട്ട് ആണല്ലോ നമ്മൾ ഫൗണ്ടേഷൻ ബോൾട്ട് ആയിട്ട് കണ്ടത്. ബാക്കി ഐ ബോൾട്ട്, റാഗ് ബോൾട്ട്, ലിവിസ് ഫൗണ്ടേഷൻ ബോൾട്ട്, ദെൻ അതുപോലെ തന്നെ എന്താണ് അത്തരത്തിലുള്ള ബോൾട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലെ. സോ റാഗ് ബോൾട്ട് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. സോ റാഗ് ബോൾട്ട് എന്ന് പറയുന്നത് ഓക്കെ, ക്വാർട്ടർ ബോൾട്ട് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. സോ റാഗ് ബോൾട്ട് എന്ന് പറയുന്ന ഇത്തരത്തിലാണ് ഒരു ചിത്രം മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? സൾഫർ അല്ലെങ്കിൽ ലെഡ് ഉരുക്കി ഒഴിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നുണ്ടാവുക. സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. റാഗ് ബോൾട്ടിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? സോ മോൾട്ടൺ ലെഡ് അല്ലെങ്കിൽ സൾഫർ ഈസ് പോർഡ് ആൻഡ് ഫിക്സ്ഡ്. അർത്ഥത്തിൽ നമ്മൾ ആ ക്ലിയറൻസിലേക്ക് നമ്മുടെ ബോൾട്ട് ഇറക്കി വെച്ചതിന് ശേഷം ക്ലിയറൻസിലേക്ക് നമ്മൾ എന്താണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അത് മോൾട്ടൺ ലെഡ് അല്ലെങ്കിൽ സൾഫർ ആണ്. ഓക്കെ, മോൾട്ടൺ ലെഡ് അല്ലെങ്കിൽ സൾഫർ എവിടെ യൂസ് ചെയ്യുന്നു? റാഗ് ബോൾട്ടിൽ യൂസ് ചെയ്യും. ക്ലിയർ ആണ്. ദെൻ പിന്നീട് നമുക്കത് ബോൾട്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെഡ് അല്ലെങ്കിൽ സൾഫറിനെ ഉരുക്കിയിട്ട് പിന്നെ നമുക്ക് എന്താണ് പതുക്കെ നമ്മുടെ ആ ബോൾട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, പിന്നെ വീണ്ടും നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി റാഗ് ബോൾട്ടുമായി ബന്ധപ്പെട്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഹാൻഡ് വൈസ് ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ജോ? ഹാൻഡ് വൈസിൽ യൂസ് ചെയ്യുന്ന ബോൾട്ട് ഏതാണ്? നട്ട് ഏതാണ്? ഹാൻഡ് വൈസിൽ യൂസ് ചെയ്യുന്ന നട്ട് ഏതാണ്? വിങ് നട്ട്, സ്പ്ലിറ്റ് നട്ട്, കാസിൽ നട്ട്, സ്ക്വയർ നട്ട്. നെറ്റിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹാൻഡ് വൈസിൽ യൂസ് ചെയ്യുന്ന നട്ട് ഏതാണ്? യെസ്, റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ വിങ് നട്ട് തന്നെയാണ്. നേരത്തെ കണ്ട വിങ് നട്ട് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഹാൻഡ് വൈസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹാൻഡ് വൈസ്. അപ്പൊ ഇവിടെ നമുക്ക് കമ്പോണൻസ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും അല്ലെ. കൈ കൊണ്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഹാൻഡ് വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന നട്ട് ഏതാ? വിങ് നട്ട് അല്ലെ, വിങ് നട്ട്. ഹാക്സോ ഫ്രെയിമിൽ യൂസ് ചെയ്യുന്ന നട്ട് ഏതാണ്? വിങ് നട്ട്. എപ്പോഴും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് തമ്പും അല്ലെങ്കിൽ ഫിംഗേഴ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏതാണ്? വിങ് നട്ട്. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റു ചോദ്യം, വിച്ച് ആർ ദ ഫോളോയിങ് ആസ് ഇറ്റ്സ് ബോത്ത് എൻഡ് ത്രെഡ്? ഏതിനാണ് രണ്ട് എൻഡും ത്രെഡ് ആയിട്ടുള്ളത്? ഇപ്പൊ ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ആണെന്നുണ്ടെങ്കിൽ സോ ഇവിടെയും ത്രെഡ് ആണ്, ഇവിടെയും ത്രെഡ് ആണ്.
സോ ഇതേതാണ് സംഗതി. ഇതിനെ എന്താ വിളിക്കുക? ഓപ്ഷൻ എ സ്റ്റഡ്, ഓപ്ഷൻ ബി ക്യാപ് സ്ക്രൂ, ഓപ്ഷൻ എസ് ടേൺ ബോൾട്ട്, അലൻ ബോൾട്ട് അല്ലെ. റൈറ്റ് ആൻസർ സ്റ്റഡ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സ്റ്റഡ് തന്നെയാണ്. അപ്പോൾ സ്റ്റഡ് ഇത്തരത്തിൽ ഇതാണ് നമ്മുടെ സ്റ്റഡ് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റഡ്. അപ്പോൾ സ്റ്റഡ് എൻഡ്, നെറ്റ് എൻഡ്. സ്റ്റഡ് എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കമ്പോണന്റിലേക്ക് അല്ലെങ്കിൽ വർക്ക് പീസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ബാക്കി നെറ്റ് എൻഡ് പുറത്തേക്ക് എടുത്തിട്ട് അവിടെ നെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യുന്നു. സോ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. സ്റ്റഡ് ആണ് രണ്ട് എൻഡിലും ത്രെഡോട് കൂടിയിട്ടുള്ള ഒരു പ്ലെയിൻ സിലിണ്ടർ ആണ്. പ്ലെയിൻ സിലിണ്ടറിന്റെ രണ്ട് എൻഡിലും നമ്മൾ ത്രെഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊരു ബോൾട്ട് ആണ് സ്റ്റഡ് ബോൾട്ട് എന്ന് പറയുന്നത്. മറ്റു ചോദ്യം, ഐഡന്റിഫൈ ദ ലോക്കിംഗ് ഡിവൈസ് ഇൻ വിച്ച് വൺ സ്മോൾ നട്ട് ആൻഡ് മെയിൻ നട്ട് ആർ ടൈറ്റൻഡ് സോ ആസ് ദേ ടൈറ്റ് ഈച്ച് അതർ അഗൈൻസ്റ്റ് ലൂസിങ്. അതായത് ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു വലിയ ബോൾട്ടും അതോടൊപ്പം തന്നെ ഒരു ചെറിയ ബോൾട്ട് കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഏതാണ്? ഓക്കെ, ഇത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയുള്ള ഒരു ബോൾട്ട് ഉണ്ടാവുമല്ലോ, അതിനെന്താ വിളിക്കാം? കാസിൽ നട്ട്, ചെക്ക് നട്ട്, സ്പ്ലിറ്റ് നട്ട്, ജാം നട്ട്. Identify the locking device in which a small nut and a main nut are tightened so as they tight each other against loosening. ഏതായിരിക്കും? ഓക്കെ, കാസിൽ നട്ട് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. സ്പ്ലിറ്റ് നട്ട് അല്ല, ജാം നട്ട്, ചെക്ക് നട്ട്. ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് ചെക്ക് അല്ലെങ്കിൽ ജാം നട്ട് ആണ് കേട്ടോ. ചെക്ക് അല്ലെങ്കിൽ ജാം നട്ട് അല്ലെങ്കിൽ ചെക്ക് നട്ട് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഓപ്ഷനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്, ചെക്കും ജാമും വന്നിട്ടുണ്ട്. സോ കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ ഇത്തരത്തിൽ ചെക്ക് അല്ലെങ്കിൽ ജാം നട്ട് തന്നെയാണ് എന്ന് വിളിക്കുക. ഇസ് യൂസ്ഡ് ടു, ഇത്തരത്തിൽ വളരെ ചെറിയ നെറ്റ് ഉണ്ടാവും, അതിനെ ചെക്ക് നട്ട് അല്ലെങ്കിൽ ജാം നട്ട് എന്ന് വിളിക്കുന്നുണ്ടാകും. സോ യൂസ്ഡ് വെയർ സ്ട്രെങ്ത് ഓഫ് ദ ഫുൾ നട്ട് ഈസ് നോട്ട് നീഡഡ്. ഇത്തരത്തിൽ എന്താണ്, ചെറിയ നമുക്ക് ആ ഒരു ലോക്കിംഗ് ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നട്ടാണ് ചെക്ക് അല്ലെങ്കിൽ ജാം നട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓർത്താൽ മതി. അതിനകത്ത് ഓപ്ഷനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മറ്റു ചോദ്യം, എ ബോൾട്ട് ഈസ് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് നോമിനൽ ഡയമീറ്റർ, മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, നൺ ഓഫ് ദി അബവ്. M10 എന്ന് പറയുന്നത്, M10 എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി അതിന്റെ മേജർ ഡയമീറ്റർ ആണ് അല്ലെ. സോ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അല്ലെ, മേജർ ഡയമീറ്റർ ഓഫ് ദ പിച്ച്. യെസ്, ഓക്കെ, ഡയമീറ്റർ, മേജർ ഡയമീറ്റർ. മറ്റു ചോദ്യം, ദ ടോപ്പ് സർഫസ് ഓഫ് ജോയിന്റ് ദ ഫ്ലാങ്ക് ഓഫ് സെയിം ത്രെഡ്. ഈ രണ്ട് ഫ്ലാങ്ക്, ഒരേ ത്രെഡിന്റെ രണ്ട് ഫ്ലാങ്കുകൾ ജോയിൻ ചെയ്യുന്ന ടോപ്പ് സർഫസിനെ എന്താ വിളിക്കാം? റൂട്ട്, ഫ്ലാങ്ക്, പിച്ച്, ക്രസ്റ്റ്. ഈ രണ്ട് ഫ്ലാങ്കുകൾ ജോയിൻ ചെയ്യുന്ന ടോപ്പ് സർഫസിനെ എന്താ വിളിക്കുക? ക്രസ്റ്റ് എന്ന് വിളിക്കുക അല്ലെ, ക്രസ്റ്റ്. അപ്പൊ ഇതാണ് ക്രസ്റ്റ്, ഇതാണ് റൂട്ട്. ഓക്കെ, ഇതിനെ വിളിക്കുന്നവരാണ് ഫ്ലാങ്ക്. ഓക്കെ, ഈ രണ്ട് സർഫസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു, വിച്ച് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ ലീഡ് സ്ക്രൂ ലെയ്ത്ത്? ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂവിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, സംശയമൊന്നും വേണ്ട, ആക്മി ത്രെഡ് ആണ് മിക്കപ്പോഴും നമ്മൾ ചോദിക്കും. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കണം, മെട്രിക് ആക്മി ത്രെഡ് ആണെങ്കിൽ 30 ഡിഗ്രിയാണ് ആംഗിൾ, നോർമൽ ആക്മി ത്രെഡ് എന്ന് പറയുകയാണെങ്കിൽ 29 ഡിഗ്രിയാണ് ആംഗിൾ കേട്ടോ. മറ്റൊരു ചോദ്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്? മൾട്ടി സ്റ്റാർട്ട് ത്രെഡുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്. മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്, the lead of helix is increased without increasing the pitch. In the multi-start thread, lead of helix increased without increasing the pitch. Okay, നമുക്കറിയാം ലീഡ് എന്ന് പറയുന്നത് n ടൈംസ് പിച്ച് ആണ്. അപ്പോൾ നമുക്ക് ലീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്താണ്, n കൂട്ടിയാൽ മതി അല്ലെ. സോ ഇത്തരത്തിൽ വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഈ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്, അതായത് എന്നിന്റെ വാല്യൂ 2, 3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എന്താണ്, എന്നിന്റെ വാല്യൂ കൂട്ടുന്ന അനുസരിച്ച് ലീഡിന്റെ വാല്യൂ കൂടും. സോ വിത്തൗട്ട് ഇൻക്രീസിങ് പിച്ച്, പിച്ചിന്റെ വാല്യൂ കൂട്ടാതെ തന്നെ. പിച്ച് സ്റ്റാൻഡേർഡാ, ഇത്തരത്തിൽ പിച്ച് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡാ, അങ്ങനെ കൂട്ടാനൊന്നും പറ്റില്ല അല്ലെ. സ്റ്റാൻഡേർഡ് പിച്ച് വാല്യൂ ഉണ്ടാവും. ആ പിച്ചിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളെല്ലാം ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ലീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ മൾട്ടി സ്റ്റാർട്ട് ത്രെഡിനകത്ത് എന്നിന്റെ വാല്യൂ 1, 2, 3 അല്ലെങ്കിൽ 2, 3, 4 ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. സോ ലീഡ് എന്ന് പറയുന്നത് പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ട് ഇൻ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്. കറക്റ്റ് ആണല്ലോ. ലീഡ് ഈസ് ഈക്വൽ ടു NP, ലീഡ് ഈസ് ഈക്വൽ ടു NP എന്നുള്ള ബേസിക് കോൺസെപ്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് മേക്ക് ഇറ്റ് പോസിബിൾ ടു കീപ് ദ ഡെപ്ത് ഓഫ് ത്രെഡ് ലെസ് ആൻഡ് പ്രൊവൈഡ് എ റാപ്പിഡ് ആക്സിയൽ മൂവ്മെന്റ് ഓഫ് ത്രെഡ് സ്ക്രൂ. അതായത് നമുക്ക് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ലൂസ് ചെയ്യാനും പറ്റും. അതെ, ആ ലീഡിന്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെപ്ത് കുറച്ചുകൊണ്ട്
കൂടുതലായിട്ട് ആക്സിയൽ മൂവ്മെന്റ് കിട്ടുന്ന ഒരു ത്രെഡ് തന്നെയാണ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത്. സോ മൂന്നും കറക്റ്റ് ആണ്, 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ, ഓൾ ഓഫ് ദി ആണ് കേട്ടോ, ഓൾ ഓഫ് ദി. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സർഫസ് കണക്ടിങ് ദ ക്രസ്റ്റ് ആൻഡ് റൂട്ട് ഓഫ് ദ ത്രെഡ്. ക്രസ്റ്റും റൂട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന സർഫസിനെ എന്താ വിളിക്കുക? സോ ഈ സർഫസിനെ എന്താ വിളിക്കുക? ഫ്ലാങ്ക് അല്ലേ? യെസ്, ഓപ്ഷൻ ഡി ബി, ഫ്ലാങ്ക് ആണ് നമ്മുടെ ഉത്തരം, സംശയമൊന്നുമില്ല. ഓക്കെ, മറ്റു ചോദ്യം, റെയിൽവേ കാരേജ് കപ്ലിംഗ് ഡാഷ് ഈസ് യൂസ്ഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റെയിൽവേ കാരേജ് കപ്ലിംഗിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? റെയിൽവേ കാരേജ് കപ്ലിംഗിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണ്? ബട്രസ്, നക്കിൾ, ആക്മി, സ്ക്വയർ. സംശയമൊന്നും വേണ്ട, നക്കിൾ ത്രെഡ് നമ്മൾ കണ്ടു. നക്കിൾ ത്രെഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നക്കിൾ ത്രെഡ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. മോഡിഫിക്കേഷൻ ഓഫ് സ്ക്വയർ ത്രെഡ് മറ്റൊരു ചോദ്യമായിട്ട് കണ്ടു. അത് റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു സെമി സർക്കുലർ ഷേപ്പിലാണ് നമ്മളിവിടെ കാണുന്നത്, നമ്മൾ കണ്ടു. ഓക്കെ, അതിന്റെ റേഡിയസ് വാല്യൂ 0.25 ടൈംസ് പിച്ച്, അതിന്റെ ഡെപ്ത് വാല്യൂ 0.5 ടൈംസ് പിച്ച്. എവിടെ യൂസ് ചെയ്യുന്നു? കപ്ലർ കാരേജ്, അതായത് റെയിൽവേ കപ്ലിംഗില് ഇലക്ട്രിക് ബൾബ്, ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം, ആംഗിൾ ഓഫ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്. ആംഗിൾ ഓഫ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്, BSW ത്രെഡിന്റെ ആംഗിൾ എത്രയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എത്രയായിരുന്നു? ബ്രിട്ടീഷുമായി ബന്ധപ്പെട്ട് കൂടുതലും വരുന്നത് ഏതാണ്? 55 അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. 55 ഡിഗ്രി, 55 ഡിഗ്രി. യെസ്, കറക്റ്റ് ആണ് ബിനോയ്, കറക്റ്റ് ആണ്, 55 ഡിഗ്രി. വ്യത്യാസമുള്ളത് BA മാത്രമേ ഉള്ളൂ. ബ്രിട്ടീഷ് അസോസിയേഷൻ ആണെങ്കിൽ 47.5 ഡിഗ്രി കേട്ടോ. അതേ ഉള്ളൂ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് 55, ബ്രിട്ടീഷ് അസോസിയേഷൻ 47, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് 60, ഐസോമെട്രിക് ISO സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ISO മെട്രിക് ആണെന്നുണ്ടെങ്കിൽ 60, ദെൻ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 0, അതുപോലെ തന്നെ ബട്രസ് ആണെങ്കിൽ 45, ആക്മി ആണെങ്കിൽ 29, നക്കിൾ ആണെങ്കിൽ 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. ആപ്ലിക്കേഷൻ ഓക്കെ നോക്കിയ ബോൾഡ് ജനറൽ പർപ്പസ് ആണ് പൊതുവെ ISO മെട്രിക് ആയിട്ടുള്ളതും അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ബോൾട്ട് ജനറൽ പർപ്പസ്. പിന്നെ സ്ക്വയർ ത്രെഡ് നമുക്കറിയാം പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടതാണ്. സ്ക്രൂ ജാക്കുകളിൽ യൂസ് ചെയ്യുന്നു, ഫീൽഡ് മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്നു. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ബട്ടർസ് ത്രെഡ് ആണ്. ആക്മി ത്രെഡ് എവിടെ യൂസ് ചെയ്യുന്നു? ലീഡ് സ്ക്രൂ ഓഫ് ലെയ്ത്ത് അല്ലെങ്കിൽ ബെഞ്ച് വൈസിൽ യൂസ് ചെയ്യുന്നു. നക്കിൾ ത്രെഡ് എവിടെ യൂസ് ചെയ്യുന്നു? റെയിൽവേ കാരേജ് കപ്ലിംഗ്, ബോട്ടിൽസ്, അതുപോലെ തന്നെ ബൾബ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ബ്രിട്ടീഷ് അസോസിയേഷൻ ഇൻസ്ട്രുമെന്റ് ആൻഡ് പ്രിസിഷൻ വർക്ക്, അതായത് നമ്മളുടെ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റുകളിൽ സയന്റിഫിക് അപ്പാരറ്റസുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ് ഇലക്ട്രിക്കൽ ഐറ്റംസിലേക്ക് ബൾബ്, എയ്റോ ആൻഡ് ഓട്ടോമൊബൈൽ പാർട്ട്, അതായത് ലൈക്ക് എന്താണ് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിലും ഓട്ടോമൊബൈൽ പാർട്സിലും ഒക്കെ സാധാരണ BSW യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. ഓരോ ത്രെഡും ടൈപ്പും അതിന്റെ ആംഗിൾസ് ആപ്ലിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരാം. മറ്റു ചോദ്യം, ഡാഷ് നട്ട് ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് ഡ്യൂട്ടി അസംബ്ലി വിച്ച് റിക്വയർ ഫ്രീക്വന്റ് റിമൂവൽ ഓഫ് ഫിക്സിംഗ്. ഏതായിരിക്കും? വേഗം പറഞ്ഞേ. ലൈറ്റ് ഡ്യൂട്ടി അസംബ്ലി പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ഒരേ ചോദ്യം പല രീതിയിൽ വരികയാണ്. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ഉത്തരം വരിക? സംശയമൊന്നും ഉണ്ടോ? വിങ് നെറ്റ് തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ക്ലിയർ ആയി. മറ്റു ചോദ്യം ടൈപ്പ് എൽ സ്ക്രൂവുമായി ബന്ധപ്പെട്ടാണ്. ടൈപ്പ് എൽ സ്ക്രൂ ആർ വൈഡ്ലി യൂസ്ഡ് വിത്ത് ഡാഷ്. ടൈപ്പ് എൽ സ്ക്രൂ വിച്ച് ആർ വൈഡ്ലി യൂസ്ഡ് വിത്ത് ഡാഷ്. മെറ്റൽസ്, സെറാമിക്സ്, പ്ലാസ്റ്റിക്സ്, വുഡ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? യെസ്, ഉത്തരം വരിക ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഉത്തരം പ്ലാസ്റ്റിക് ആണ്. സോ ടൈപ്പ് എൽ സ്ക്രൂ, സോ ഇവിടെ ടൈപ്പ് എൽ സ്ക്രൂ കാണുന്നുണ്ട്. സോ ടൈപ്പ് എൽ സ്ക്രൂ എവിടെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? വൈഡ്ലി യൂസ്ഡ് വിത്ത് പ്ലാസ്റ്റിക്സ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. വൈഡ്ലി യൂസ്ഡ് വിത്ത് പ്ലാസ്റ്റിക്സ്. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ടൈപ്പ് എൽ സ്ക്രൂ വൈഡ്ലി യൂസ്ഡ് വിത്ത് പ്ലാസ്റ്റിക്സ്. മറ്റു ചോദ്യം, ഫോർ 3 സ്റ്റാർട്ട് ത്രെഡ് പിച്ച് ഈസ് ഈക്വൽ ടു 3 സ്റ്റാർട്ട് ത്രെഡ് പിച്ച് ഈസ് ഈക്വൽ ടു ലീഡ് ഈസ് ഈക്വൽ ടു NP അല്ലെ? അപ്പൊ ഇവിടെ 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പിച്ച് ഈസ് ഈക്വൽ ടു B ആണ് അല്ലെ? അപ്പോൾ പിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് L/N. അപ്പൊ 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? N-ന്റെ വാല്യൂ 3 ആണ് അല്ലെ? ദാറ്റ് ഈസ് L/3. സോ ലീഡ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് പിച്ച്. ഓക്കെ, പിച്ച് ഈസ് ഈക്വൽ കറക്റ്റ് അല്ലേ? ലീഡ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് പിച്ച്.
1/3 of lead. ബിനോയ് കറക്റ്റ് ആണോ അത് പറഞ്ഞത്? ആലോചിച്ച് നോക്കേ. ലീഡ് ഈസ് ഈക്വൽ ടു 3 times പിച്ച് ആണ്. അപ്പൊ ചോദ്യം നോക്കിയേ, ഫോർ എ 3 start thread pitch is equal to 1/3 of lead അല്ലേ ഉത്തരം വരിക? ബിനോയ് ഓക്കെ ആണോ? ഓപ്ഷൻ എ അല്ലേ വരിക? ബിനോയ് ഓക്കെ ആണോ? ഓക്കെ. അപ്പം ശ്രദ്ധിക്കാം കേട്ടോ, 1/3 ഓഫ് ലീഡ് ആണ് ഉത്തരം വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരിക. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് വോം ത്രെഡ്? വോം ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? വോം ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? വോം ത്രെഡ് ദാറ്റ് ഈസ് സിമിലർ ടു ആക്മി ത്രെഡ് ആണ്. സോ ഉത്തരം 29 ഡിഗ്രി. വോം ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. So worm thread is similar to acme thread in shape, but the depth of thread is more than that of acme thread. അല്ലെ, more than that of acme thread. ഓക്കെ, പത്രത്തിൽ ഡെപ്ത് എന്ന് പറയുന്നത് ആക്മി ത്രെഡിനെക്കാട്ടിൽ കൂടുതലായിട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 29 ഡിഗ്രിയാണ്. സിമിലർ ടു ആക്മി ത്രെഡ് ആണ്. അപ്പോൾ വോം ത്രെഡ് ഈസ് സിമിലർ ടു ആക്മി ത്രെഡ്. സോ അത് മനസ്സിലാക്കിയിരിക്കുക. വോം ത്രെഡ് ഈസ് സിമിലർ ടു ആക്മി ത്രെഡ്, പക്ഷേ അവിടെ ഡെപ്ത് ഒരല്പം കൂടുതലായിരിക്കും. ആക്മി ത്രെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വോം ത്രെഡിൽ അല്പം ഡെപ്ത് കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. ഷേപ്പ് ഒക്കെ സിമിലർ ആണ് കേട്ടോ. മറ്റു ചോദ്യം, ഐ ബോൾട്ട് ആർ യൂസ്ഡ് ഫോർ. ഐ ബോൾട്ട് എന്ന് പറയുന്ന ബോൾട്ട് ഉണ്ടല്ലേ, ഐ ബോൾട്ട് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പവർ, ലോക്കിംഗ് ദ ഡിവൈസ്, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഹെവി മെഷീൻസ്, അബ്സോർബിംഗ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. യെസ്, സംശയമൊന്നും വേണ്ട. ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഹെവി മെഷീൻസ് അല്ലെ, ഹെവി മെഷീൻസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഐ ബോൾട്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ക്രെയിൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോൾട്ടിൽ ക്രെയിൻ്റെ ഹുക്ക് ഒക്കെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ലിഫ്റ്റിംഗ് പർപ്പസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സംശയമൊന്നും വേണ്ട. മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ത്രെഡ് ഈസ് യൂസ്ഡ് വെൻ ഫോഴ്സ് ആക്ട് എൻറ്റയർലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ മാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണ്? വൺ ഡയറക്ഷനിൽ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതായിരുന്നു? നമ്മൾ കണ്ടല്ലോ, ഏത് ത്രെഡ് ആയിരുന്നു ഒരു ഡയറക്ഷനിൽ മാത്രം ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സ്ക്വയർ ത്രെഡ്, ഓപ്ഷൻ ബി ബട്രസ്, ഓപ്ഷൻ സി BSW, ഓപ്ഷൻ ഡി ആക്മി. യെസ്, ബട്രസ്. സംശയം വേണ്ട, ഒരു ഡയറക്ഷനിൽ മാത്രമാണെങ്കിൽ ബട്രസ് ത്രെഡ്, രണ്ട് ഡയറക്ഷൻ ആണെങ്കിൽ സ്ക്വയർ ത്രെഡ്. മറ്റു ചോദ്യം, സ്പ്ലിറ്റ് പിൻ ലോക്ക് നെറ്റ്, ദ സ്റ്റീൽ വയർ ഈസ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ഈ പറയുന്ന കാസിൽ നെറ്റ് നമ്മൾ സ്പ്ലിറ്റ് പിൻ യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെ. സ്പ്ലിറ്റ് പിന്നിന്റെ ആ ഒരു ക്രോസ് സെക്ഷൻ എങ്ങനെയാണ്? സെമി സർക്കുലർ, റെക്ടാങ്കുലർ, സർക്കുലർ, സ്ക്വയർ. സ്പ്ലിറ്റ് പിന്നിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ്? ദാറ്റ് ഈസ് സെമി സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് സ്പ്ലിറ്റ് പിന്നിന്റെ കേട്ടോ, സ്പ്ലിറ്റ് പിൻ. മറ്റു ചോദ്യം, ദ തിക്നെസ് ഓഫ് ദ സ്ക്വയർ ബോൾട്ട് ഹെഡ് ഹാവിംഗ് നോമിനൽ ഡയമീറ്റർ D. ദ തിക്നെസ് ഓഫ് സ്ക്വയർ ബോൾട്ട് ഹെഡ് ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള ബോൾട്ട് ഹെഡ് ഉണ്ടല്ലോ. സോ ബോൾട്ട് ഹെഡിന്റെ തിക്നെസ് എത്രയാണ്? ഓക്കെ, സോ തിക്നെസ് എത്രയാണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ 1.5D + 3, ഓപ്ഷൻ ഡി 0.8D, ഓപ്ഷൻ സി 1.5D, ഓപ്ഷൻ ഡി 2D. ഓക്കെ, ഇവിടെ തിക്നെസ് ഓഫ് സ്ക്വയർ ബോൾട്ട് ഹെഡ് എന്ന് പറഞ്ഞാൽ 0.8D ആണ് കേട്ടോ, 0.8D ആണ്. സോ ഇവിടെ നോക്കിയാൽ അതിന്റെ ചിത്രമുണ്ട്, 0.8D ആണ് തിക്നെസ്, 0.8D ആണ് തിക്നെസ്. ഓക്കെ, സ്ക്വയറിന്റെ ആ ഒരു പോർഷൻ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സ്ക്വയർ പോർഷന്റെ ലെങ്ത് സൈഡ് വന്നിട്ട് 1.5D + 3 ആണ്. സോ ഇവിടെ 1.5D + 3 ആണ് വരിക. ഓക്കെ, അതിന്റെ ആ വിഡ്ത്ത് വന്നിട്ട് 0.8D എന്നുള്ളത് ഓർത്തിരിക്കുക. സോ വിഡ്ത്ത് അക്രോസ് ക്രോസ് ഫ്ലാറ്റ് 1.5D + 3, തിക്നെസ് ഓഫ് ബോൾട്ട് ഹെഡ് 0.8D. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സ്ക്വയർ ഹെഡഡ് ബോൾട്ടുമായി ബന്ധപ്പെട്ട്. മറ്റു ചോദ്യം, വിഡ്ത്ത് അക്രോസ് ദ ഫ്ലാറ്റ് ഓഫ് ഹെക്സഗണൽ ബോൾട്ട് ഹാവിംഗ് എ നോമിനൽ ഡയമീറ്റർ D. ഹെക്സഗണൽ ബോൾട്ട് വിഡ്ത്ത് അക്രോസ് ഫ്ലാറ്റ് എത്രയാണ്? സോ യെസ്, റൈറ്റ് ആൻസർ 1.5D + 3 തന്നെയാണ്. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം, ഹെക്സഗണൽ ഹെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഫ്ലാറ്റ് വിഡ്ത്ത് അക്രോസ് ദ ഫ്ലാറ്റ് എത്രയാണ്? 1.5D + 3 തന്നെയാണ് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ടു അച്ചീവ് മാക്സിമം സ്ട്രെങ്ത് ദ ത്രെഡഡ് ഫാസ്റ്റനർ ഷുഡ് സ്ക്രൂ ഇൻടു ഇറ്റ്സ് മേറ്റിംഗ് പാർട്ട് എ മിനിമം ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡാഷ് ദ ഡയമീറ്റർ ഓഫ് ദ ത്രെഡ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു കമ്പോണന്റിനുള്ളിലേക്ക് ഒരു സ്ക്രൂ ത്രെഡ് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഡെപ്തിലേക്ക് പോകണം, എന്നാൽ മാത്രമേ നന്നായിട്ട് അത് പിടിച്ചിരിക്കുള്ളൂ അല്ലെ.
സോ മാക്സിമം സ്ട്രെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ത്രെഡഡ് ഫാസ്റ്റനർ എത്രത്തോളം ഡെപ്തിലേക്ക് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്, ഉള്ളിലേക്ക് എത്രത്തോളം ആ ഒരു മേറ്റിംഗ് പാർട്ടിലേക്ക് എത്രത്തോളം ഉള്ളിലേക്ക് നമുക്ക് കടത്തി വിടേണ്ടതായിട്ടുണ്ട്. മിനിമം ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡാഷ് ദ ഡയമീറ്റർ ഓഫ് ത്രെഡ്. ത്രെഡിന്റെ ഡയമീറ്ററിന്റെ എത്ര ടൈംസ് നമ്മൾ ഉള്ളിലേക്ക് ആ ഒരു നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പിടുത്തം കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈറ്റ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉള്ളിലേക്ക് നമുക്ക് പോകണം അല്ലെ, അത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം സ്റ്റാൻഡേർഡ് ആണ് ടു അച്ചീവ് മാക്സിമം സ്ട്രെങ്ത് ദ ത്രെഡഡ് ഫാസ്റ്റ്നസ് ഷുഡ് സ്ക്രൂ ഇൻ ടു ഇറ്റ്സ് മേറ്റിംഗ് പാർട്ട്. ഈ പറയുന്ന മേറ്റിംഗ് പാർട്ടിലേക്ക് സ്ക്രൂ ചെയ്ത് കയറേണ്ടത് എത്രത്തോളം ഡെപ്തിൽ കയറണം, മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 0.5 times the diameter of the thread, ഓപ്ഷൻ സി 2.5 times the diameter of the thread, ഓപ്ഷൻ ഡി 1.5 times the diameter of the thread. ശ്രദ്ധിച്ചോളൂ, 1.5 times the diameter of the thread ആണ് കയറേണ്ടത് കേട്ടോ. സോ സ്റ്റാൻഡേർഡ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്നിപ്പ് ചെയ്തിട്ടേക്കുന്ന ഒരു ഐറ്റം ആണിത്. അപ്പൊ ഇവിടെ നോക്കേ, ആ ത്രെഡഡ് ഫാസ്റ്റനർ പ്രോപ്പർ ആയിട്ട് സ്ക്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എത്രയാണ്, 1.5 times the diameter of the thread ഉള്ളിലേക്ക് കയറണം. 1.5 times the diameter അവിടെ മീറ്റിംഗ് പാർട്ടിലേക്ക് കയറണം. ക്ലിയർ ആണേ? അപ്പൊ എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ഫാസ്റ്റനിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ആ ത്രെഡ് പോർഷൻ 1.5 times ദ ഡയമീറ്റർ അത്രയും ഉള്ളിലേക്ക് ആ ഒരു ലെങ്ത് കയറേണ്ടതായിട്ടുണ്ട്, സ്ക്രൂ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നട്ട് വിച്ച് ഈസ് എ ഹെക്സഗണൽ നട്ട് വിത്ത് വാഷർ? ഹെക്സഗണൽ നട്ട് വിത്ത് വാഷർ, വാഷറോട് കൂടിയിട്ടുള്ള നെട്ടുണ്ട്, അതേതാണ്? ക്യാപ് നെട്ട്, ഡോം നെട്ട്, യെസ്, സംശയം ഫ്ലാഞ്ച് നെട്ടാണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. സോ ഇതാണ് നമ്മുടെ നട്ട്, ഫ്ലാഞ്ച് നട്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു? ഇത്തരത്തിൽ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ്, സ്ക്രൂ ത്രെഡ് ടേംസ്, നോമൻക്ലേച്ചർ ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്, പ്രൊപ്പോർഷൻസ്, ബോൾട്ട്, നട്ട്, സ്റ്റഡ്, പ്രൊപ്പോർഷൻസ്. അതുപോലെ തന്നെ ലോക്കിംഗ് ഡിവൈസ്, അവിടെ യൂസ് ചെയ്യുന്ന നെറ്റ്, ബോൾട്ടുകൾ അല്ലെ. സോ സെറ്റ് സ്ക്രൂസ്, ക്യാപ് സ്ക്രൂസ്, ഫൗണ്ടേഷൻ ബോൾട്ട്, അതിന്റെ യൂസസ്. സോ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയിരുന്നോ? പിന്നെ ഈ ഓക്കെ ആണോ? സോ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ പോയാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, യാതൊരുവിധ സംശയം വേണ്ട. ചെയ്യും. റിംഗ് നെട്ടൊക്കെ ചെയ്യുന്നുണ്ട്, റിംഗ് നെട്ട് നമ്മൾ ചെയ്യാറുണ്ട്, ഡോം നെട്ട് ചെയ്യാറുണ്ട്, ക്യാപ് നെട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ഹെവി വൈബ്രേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ സഡൻ ഷോക്ക്, അങ്ങനെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതിനെങ്കിലും അവിടെ ജനറലൈസ് ചെയ്താണ് പറയുന്നതെങ്കിൽ തന്നെയും ഈ പറയുന്ന സഡൻ ഷോക്സ് അല്ലെങ്കിൽ ലൈക്ക് എന്താണ് വൈബ്രേഷൻസ്, നമുക്കറിയാം മൂവിങ് കമ്പോണന്റ് ആയതുകൊണ്ട് തന്നെ, മൂവിങ് പാർട്ട് ആയതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് റിംഗ് നെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്നാൽ തന്നെയും കൂടുതൽ ഇത്തരത്തിലുള്ള സഡൻ ഷോക്സും വൈബ്രേഷനും ഒക്കെ ഉള്ളിടത്ത് നമ്മൾ പ്രിഫറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള കാസിൽ നെറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എടുത്ത് പറയുന്ന ഒരു ടേം ആണ്. സോ അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ പഠിക്കാട്ടോ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അതങ്ങനെ പഠിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ അടുത്ത സെഷനിൽ നമുക്ക് ഇതിൽ മൊഡ്യൂൾ 2 വെൽഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അത് നമ്മൾ അതും പിന്നെ ഫസ്റ്റ് മൊഡ്യൂളോടെ ചേർത്ത് നമുക്കത് കമ്പൈൻ ചെയ്തിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 മൊഡ്യൂളോടെ കവർ ആവും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു.